ഓക്കെ റഹീമ, ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്നാ ശരി, ഫൈസൽ സാർ ഓൺലൈൻ വന്നോ? ഫിബിന? എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്നാ തുടങ്ങിക്കോ. ഓക്കെ. ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്യൂക്കാൻ വിർച്വൽ അക്കാദമി. അപ്പോൾ നമ്മുടെ ഈ ഒരു അക്കാദമിക് ഇയറിലെ ഫസ്റ്റ് സെഷൻ ആണ് ഇന്ന്. അപ്പോൾ നിലവിൽ വളരെ കുറച്ച് പേര് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും വീട്ടിലുള്ള സാഹചര്യത്തിലൊക്കെയാണ് ബാക്കിയുള്ളവർ വഴിയെ ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നത് എഡ്യൂക്കാൻ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഷിയാബ് സാറാണ്. ആൻഡ് ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് അക്കാദമിക് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ ഇഷാം സാറാണ്. അതുപോലെ തന്നെ ഇന്നത്തെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ കൂടെ സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതുപോലെ മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ആയിട്ടുള്ള ഫൈസൽ സാറാണ്. അപ്പൊ എല്ലാവരും അവസാനം വരെയും തുടരുക. ഞാൻ ഒരുപാട് സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായി ഷിയാബ് സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ് ടു ഓൾ. അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ട ഫൈസൽ സാർ, അതുപോലെ എഡ്യൂക്കാൻ വെർച്വൽ അക്കാദമിയുടെ അക്കാഡമിക് ഡയറക്ടർ, പ്രിയ സുഹൃത്തു കൂടിയായ ഡോക്ടർ ഹിഷാം സർ, നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റർ ഫെബിന മാം, അതുപോലെ എഡ്യൂക്കാൻ വെർച്വൽ അക്കാദമിയിലൂടെ UG PG കരസ്ഥമാക്കാനെത്തിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരെയും ആദ്യമായിക്കൊണ്ട് തന്നെ ഞാൻ എഡ്യൂക്കാൻ വെർച്വൽ അക്കാദമിയുടെ ഈ ഓപ്പണിംഗ് സെറമണിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിഹാബ്. നിലവിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുമ്പിളിയത്ത് വർക്ക് ചെയ്യുന്നു. അതിനു മുമ്പ് സൗദി അറേബ്യയിലും അതുപോലെ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ അവിടുത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ 10-15 വർഷത്തോളമായിട്ട് ഇംഗ്ലീഷ് ടീച്ചറായി വർക്ക് ചെയ്യുന്ന ആളാണ്. ഏതായാലും നിങ്ങളെല്ലാവരും +2 ശേഷം റെഗുലറായി പഠനം തുടരാൻ കഴിയാത്തവരോ അതല്ലെങ്കിൽ കുറച്ചു നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം പഠനം തുടരാൻ വേണ്ടി വന്നിട്ടുള്ളവരോ ആണ്. പല സാഹചര്യങ്ങൾ കൊണ്ടും ഒരു റെഗുലർ കോളേജിൽ പോയി പഠിക്കാൻ സാധിക്കാത്തവരാണ് നമ്മളിൽ പല ആളുകളും. സ്ത്രീകളാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് കാരണം റെഗുലർ കോളേജിൽ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇതിൽ വന്നിട്ടുണ്ട്. വീട്ടിലെ മറ്റു സാഹചര്യങ്ങൾ കൊണ്ടും പഠനം പാതി വഴിയിൽ പഠിക്കാൻ തുടരാൻ സാധിക്കാത്ത ആളുകളും ഇതിലുണ്ട്. അതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഡിഗ്രി നേടണം, കരിയറിൽ ഒരു ഗ്രോത്ത് വേണം എന്നുദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ കോഴ്സിന് ചേർന്ന പല ആളുകളും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതുപോലെ നമ്മുടെ കേരള ഗവൺമെൻറ് ഈ അടുത്ത് തുടങ്ങിയ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഈ 2 യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ കോഴ്സുകൾ കൊടുക്കുന്നത്. PSC അതുപോലെ UGC UPSC എല്ലാം അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ഈ 2ഉം. ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഒരു മേന്മ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ എഴുതാനുള്ള ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്, മലയാളത്തിൽ എഴുതണം. അതുകൊണ്ടാണ് നമ്മൾ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി കോഴ്സും അതുപോലെ അറബിക്ക് അറബിയിൽ തന്നെ എഴുതാം. സോഷ്യോളജി കോഴ്സ് നമ്മൾ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മലയാളത്തിൽ എഴുതാവുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ BA അറബിക് കൊടുക്കുന്നുണ്ട്, BA സോഷ്യോളജി ഉണ്ട്, BCom, BA ഇംഗ്ലീഷ്, BA സൈക്കോളജി, MA ഇംഗ്ലീഷ്, MA സോഷ്യോളജി, MA സൈക്കോളജി എന്നീ കോഴ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ സൈക്കോളജി എടുത്തിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ചാൻസുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നിലവിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടും സ്കൂൾ കൗൺസിലർ ആയിട്ടും ഇപ്പോൾ ഇന്ന് നിലവിൽ കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും കൗൺസിലറെ വെക്കണം എന്നുള്ള നിയമമുണ്ട്. MSW കഴിഞ്ഞവരോ MA സൈക്കോളജി കഴിഞ്ഞവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ചാൻസ് കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൽ എത്ര സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ് നമ്മളെ ഈ സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു MA സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതുപോലെ MS അല്ലെങ്കിൽ BA സൈക്കോളജി എടുത്തു കഴിഞ്ഞതിന് ശേഷം
MSW ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ്. റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, ചൈൽഡ് സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ടീച്ചറായിട്ട് ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളുകളിലും അതുപോലെ ടീച്ചർ, ലെക്ചറർ, അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ BA ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്, ഞാൻ ചുരുക്കി പറയുകയാണ്. നമുക്ക് കോപ്പി റൈറ്ററായിട്ട്, അതുപോലെ ടീച്ചറായിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്, ലെക്ചറായിട്ട്, എഡിറ്ററായിട്ട്, കണ്ടന്റ് റൈറ്ററായിട്ട്, ജേർണലിസ്റ്റ് ആയിട്ട്, റിപ്പോർട്ടറായിട്ട്, ടെക്നിക്കൽ റൈറ്ററായിട്ട്, അതുപോലെ ട്രാൻസ്ലേറ്ററായിട്ട്, അതുപോലെ PRO ആയിട്ട്, അതുപോലെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട്, സോഷ്യൽ മീഡിയ മാനേജറായിട്ട്, കോർപ്പറേറ്റ് ട്രെയിനറായിട്ട്, HR സ്പെഷ്യലിസ്റ്റ് ആയിട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊക്കെ ഇംഗ്ലീഷ് എടുത്തവർക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ ശോഭിക്കാവുന്ന മേഖലകളാണ്. അതുപോലെ സോഷ്യോളജി, ഒരുപാട് എഴുതി വെക്കാണ്ട് സോഷ്യോളജിയെ കുറിച്ച് പറയുമ്പോൾ, സോഷ്യോളജി എടുത്ത ആളുകൾക്ക് ലേബർ ഓഫീസർ ഇൻ ലേബർ ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിലേഷൻ ഓഫീസർ, അതുപോലെ പേഴ്സണൽ ഓഫീസർ, എംപ്ലോയ്മെന്റ് ഓഫീസർ, പ്രൊബേഷൻ ഓഫീസർ, പിന്നെ ടീച്ചർ, ലെക്ചറർ, പ്രൊഫസർ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മേഖലകൾ. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഒരു സെഷൻ നല്ല ട്രെയിനേഴ്സിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ കരിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് ഒരു സെഷൻ വെക്കാവുന്നതാണ്. അതുപോലെ BA അറബിക് എടുത്തവർ ആളുകൾക്ക് നമുക്ക് അതുപോലെ എംബസികളിൽ ട്രാൻസ്ലേറ്റർമാരായിട്ടും പിന്നെ ടീച്ചർമാരായിട്ടും വിദേശത്ത് കണ്ടന്റ് റൈറ്റർ, ജേർണലിസ്റ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് മേഖലയിൽ ശോഭിക്കാൻ പറ്റുന്ന മേഖലയാണ് BA അറബിക് എടുത്ത ആളുകൾക്ക്. അതുപോലെ നമ്മുടെ BCom, നമുക്കറിയാം ഒരുപാട് ജോലി സാധ്യതയുള്ള കോഴ്സാണ് BCom, MBA, MCom, CA, CMA, CPA, അതുപോലെ ഡിവിഷണൽ അക്കൗണ്ടന്റ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ടീച്ചിങ് മേഖല, അങ്ങനെ ഒരുപാട് മേഖലയിൽ അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ ശോഭിക്കാൻ പറ്റുന്ന മേഖലയാണ് നമ്മൾ BCom എടുത്ത കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മേഖലകൾ നമുക്ക് എന്തിന് മുന്നിലുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ കോഴ്സുകൾ എല്ലാ കോഴ്സുകളും. ഇപ്പോൾ കരിയറിനെ ബിൽഡ് ചെയ്യുന്നതിൽ ഇവക്കുള്ള പങ്ക് വലുതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക മാത്രവുമല്ല അത് ഡീപ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് അവയിൽ കേവലം എക്സാമിന് വേണ്ടി പഠിക്കുക എന്നതിലുപരി ഓരോ വിഷയത്തിലും ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ ശ്രദ്ധിക്കണം. അതിന് വളരെ മികച്ച അധ്യാപകരെയാണ് നമ്മൾ എഡ്യൂക്കാൻ വെർച്വൽ അക്കാദമി നിയമിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ നിയമിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരും കോളേജിൽ വർക്ക് ചെയ്യുന്നവരാണ്. മാത്രമല്ല 1, 2, 3 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉള്ളവരാണ്. മാക്സിമം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് കൗൺസിലേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും മികച്ച അധ്യാപകരാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതുപോലെ സൂമിൽ ലൈവായിട്ട് തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ, സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, മോറൽ സെഷൻസ്, അതുപോലെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, തുടങ്ങാവുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ട്. അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട അതുപോലെ എക്സാം, അസൈൻമെന്റ്, അതുപോലെ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ലൈവിൽ എന്ത് ചെയ്യും, നിങ്ങൾക്കുള്ള എല്ലാ സംശയ നിവാരണങ്ങളും നടത്തി തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റർ ആയിട്ടുള്ള ഫെബിന മാമുമായി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ എന്നെയും എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഏത് ഡൗട്ടും നമ്മൾ തീർത്തു തരുന്നതാണ്. എക്സാമിന്റെ സമയത്തും അതുപോലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും. അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും നമ്മൾ ലൈവ് സെഷനിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തീർത്തു തരുന്നതാണ്. ഇത്രയുമാണ് എനിക്ക് എഡ്യൂക്കാൻ വെർച്വൽ അക്കാദമിയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇനി ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രോഗ്രാം പിന്നെ അക്കാഡമിക് ഡയറക്ടർ കൂടിയായ ഹിഷാം പെരുമ്പള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്കിന്ന് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും നല്ല ട്രെയിനർമാരായിട്ടുള്ള സൈക്കോളജിസ്റ്റും അതുപോലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും ട്രെയിനറും ഒരുപാട് ടീച്ചേഴ്സിനും ഒരുപാട് സ്കൂളുകളിൽ ഒരുപാട് പ്രോഗ്രാം അറ്റൻഡ് നടത്തിയിട്ടുള്ള ഫൈസൽ സാറാണ് നമുക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും ഞാൻ എല്ലാ വിദ്യാർത്ഥികളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ചീഫ് ഗസ്റ്റിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അക്കാഡമിക് ഡയറക്ടർ ആയിട്ടുള്ള ഹിഷാം സാറെ സ്വാഗതം ചെയ്യുന്നു. ഫെബിന മാമിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുഴുവൻ വിദ്യാർത്ഥിനികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഹിഷാം പെരുമ്പള്ളിയെ സ്വാഗതം ചെയ്യുകയാണ്, വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാറ് ട്രെയിനിലാണുള്ളത്. ഇപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാറ് വന്നുകൊണ്ടിരിക്കുകയാണ്, ട്രെയിനിലാണുള്ളത്. അപ്പോൾ സാറ് ജസ്റ്റ് ഇനാഗുറേഷൻ ചെയ്ത് പോവാന്ന് പറഞ്ഞു. അപ്പൊ സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ട്രെയിനിലാവുമ്പോൾ. നിങ്ങൾക്ക് അറിയാലോ, ഈ ഫ്ലക്ച്വേഷൻ, നമ്മുടെ റേഞ്ച് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അപ്പൊ ക്ഷമിക്കുക സാർ. ഏതായാലും ഹിഷാം സാർ, എന്നാൽ വേദി നിങ്ങൾക്ക് വേണ്ടി കൈമാറുകയാണ്. നിങ്ങൾക്ക് മൈക്ക് ഞാൻ കൈമാറുന്നു. നിങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
താങ്ക് യു ഷിഹാബ് സാർ. വലിയ ഇൻട്രൊഡക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം യാത്രയിലാണ്. ഞാൻ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത വഴിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ PhD ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ഷിഹാബ് സാർ സംസാരിച്ചപ്പോൾ കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് ഞാൻ പഠിച്ച കോഴ്സുകളെ കുറിച്ചാണ് ഓർമ്മ. ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പം അങ്ങനെയല്ല. അപ്പം നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കോഴ്സുകൾ ചെയ്യാൻ പറ്റാതിരിക്കുക, ഏതെങ്കിലും ഘട്ടത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പഠനം തുടരാൻ പറ്റാതിരിക്കുക, പിന്നെ അതുപോലെ ജോലി ആവശ്യാർത്ഥം നമുക്ക് പോവേണ്ടി വരിക, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും പ്രഗ്നന്റ് ആവും, പഠിപ്പ് മുടക്കേണ്ടി വരിക, അങ്ങനത്തെ നമ്മൾ പോവേണ്ടി വരും. അപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ഇപ്പോൾ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ ഇഗ്നോ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വെച്ചാൽ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചിട്ടും ഞാനിപ്പോ ഡോക്ടറേറ്റ് അവാർഡ് ആയ ഒരാളാണ്. 2023 ഡോക്ടറേറ്റ് അവാർഡ് ആയിരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരി എന്നാണ് ഞാൻ PhD കംപ്ലീറ്റ് ചെയ്തത്. എംഫിൽ എന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലാണ്. അപ്പോൾ ഇത് രണ്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഏറ്റവും വലിയ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. ക്യാമ്പസ് ബേസ് ആയാലും കോഴ്സുകളായാലും പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ഒരു കുറവേ അല്ല. അതൊരു പ്ലസ് ആണ്. കാരണം നമുക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റു പല കാര്യങ്ങളിലും നമുക്ക് വ്യാപൃതരാവാം. എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ പറ്റിയ ആളുകളാണ് നമുക്ക് കൂടെ സാറായാലും അതുപോലെ സബിന മാഡം ആയാലും എന്ത് സംശയങ്ങളും എന്നോട് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഒരു കാര്യം കൊണ്ടൊന്നും പേടിക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽ ആയാലും സംശയങ്ങളായാലും അത് കഴിഞ്ഞിട്ടുള്ള ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായാലും എല്ലാത്തിനും നമ്മൾ ഇവിടെ സദാസമയം ഉണ്ടാവും. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ നേരിട്ട് മീറ്റ് ചെയ്യേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. അപ്പോ എന്തായാലും ഫൈസൽ സാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അതിഥി. സാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു. പിന്നെ സൈക്കോളജിപരമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്തിട്ടൊക്കെ ഒരാളാണ്. നിങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ സമയം കവർന്നെടുക്കുന്നില്ല. പിന്നെ ഇനിയും നമുക്കിനിയും മീറ്റ് ചെയ്യാമെന്ന പ്രതീക്ഷയോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുക, പിന്നെ സംശയങ്ങളൊക്കെ ചോദിക്കാം. ഒരു മടിയും കൂടാതെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക. ഓക്കെ, താങ്ക് യു സാർ. ഫൈസൽ സാർ ക്ഷണിക്കാൻ തോന്നുന്നു. താങ്ക് യു സർ. താങ്ക് യു ഡോക്ടർ ഹിഷാം. ക്ഷമിക്കണം, ഞാൻ ഹിഷാം സാറെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ക്ഷമിക്കണം, ഒരു മിനിറ്റ്. ഡോക്ടർ ഹിഷാം സാറ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ PhD പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2 വർഷം മുമ്പ് കരസ്ഥമാക്കി. നിലവിൽ ഉസ്ബെക്കിസ്ഥാനിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യാണ്. സാറ് താഷ്കന്റ്, ഉസ്ബെക്കിസ്ഥാനിലെ തലസ്ഥാനമായിട്ടുള്ള താഷ്കന്റിൽ ഞാനും സാറെ കൂടെ 2 വർഷം മുമ്പ്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ താഷ്കന്റിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ കേരളത്തിൽ നിന്നും വളരെ 10-50 പേരാണ് ഇപ്പം നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും 50 പേരാണ് നമ്മുടെ ഇപ്പോൾ നിലവിൽ ഉസ്ബെക്കിസ്ഥാനിൽ അവിടുത്തെ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ ഒരാൾ നമ്മുടെ ഡോക്ടർ ഹിഷാമാണ്. അതുപോലെ അവിടെ നിലവിൽ പല യൂണിവേഴ്സിറ്റിയിലും എന്ത് ചെയ്യുന്നുണ്ട്, സാറ് ക്ലാസ്സിന് പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ലീവിന് വന്നതാണ്. ഏതായാലും സാറിപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ എല്ലാവർക്കും ചില ഭാഗങ്ങളൊക്കെ കേട്ടു, ചില ഭാഗം കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, സാറിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഇപ്പോൾ ട്രെയിനിലാണ് ഉള്ളത്. അപ്പോൾ അത് കാരണമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് സാറിൻ്റെ ഒരു സെഷൻ ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വോയിസ് ക്ലിയർ ആയി കേൾക്കാം. ഏതായാലും ഞാൻ മൈക്ക് നമ്മുടെ ഗസ്റ്റിന് വേണ്ടി, നമ്മുടെ ഫൈസൽ സാറെ ഞാൻ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താണ്. ഏതായാലും നമ്മുടെ ഭാഗ്യമാണ് സാറെ കിട്ടിയത്. സാറ് ഈ ഒരു മേഖലയിൽ വളരെ മികച്ച ഒരു അധ്യാപകനാണ്, ട്രെയിനറാണ്. അപ്പോൾ സാറ് ഒരുപാട് സ്കൂളുകളിലും ഒരുപാട് ടീച്ചേഴ്സിനും ഒരുപാട് ക്ലാസ്സുകളൊക്കെ നയിച്ചിട്ടുള്ള ആളാണ് ഫൈസൽ സാറ്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ വിംബിൾ എന്ന ഒരു അക്കാഡമിയുടെ ഡയറക്ടർ കൂടിയാണ്.
ഒരുപാട് കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് വിംബിൾ. ആ അക്കാഡമിയുടെ ഡയറക്ടർ കൂടിയാണ് ഫൈസൽ സാർ. അദ്ദേഹത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേൾക്കുന്നില്ലേ ഫൈബിന? സാറ് ലീവായോ? കണക്ഷൻ പ്രോബ്ലം ആണെന്നല്ല എത്ര നേരം ഉണ്ടായിരുന്നു? ഞാനൊന്ന് മെസ്സേജ് ചെയ്യാം. ഒന്ന് മെസ്സേജ് ചെയ്യാം. സാറിനോട് വരാൻ പറയാം. സാർ ചിലപ്പം പോയിട്ടുണ്ടാവും. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവും. ഈ സമയം അങ്ങനത്തെ സമയം വിളിച്ചു നോക്കൂ. സാറിന് വരാൻ പറയാം. ഹലോ സാർ, കേൾക്കാമോ? സാർ ഓക്കെ കേൾക്കാം. ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ സാർ, തുടങ്ങിക്കോളൂ. ഓക്കെ. ഒരു 1 മൊമെന്റ് കേട്ടോ, ഇപ്പൊ തുടങ്ങാം. സൗണ്ട് ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് സാർ. ഓക്കെ സാർ, കേൾക്കാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. ഇന്ന് നിങ്ങളുടെ കൂടെ ഇവിടെ ചേരാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷം ഇവിടെ അറിയിക്കുകയാണ്. ഈ എഡ്യൂക്യാൻ അക്കാദമിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഫെബിന മാം, അതേപോലെ തന്നെ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഷിഹാബ് സാറ്, അതേപോലെ തന്നെ ഹിഷാം സാർ അക്കാദമിക് ഡയറക്ടർ, എല്ലാവർക്കും സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചതിൽ ഞാൻ അതിയായ സന്തോഷമുണ്ട്. സത്യത്തിൽ എന്താണെന്ന് സംഭവിച്ചത്, ഇതുവരെ ഞാൻ PC ഓൺ ചെയ്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പവർ എന്തോ ഷോർട്ടായി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ലെഫ്റ്റ് ആയി പോയത്. ക്ഷമിക്കുക. അപ്പൊ ഞാൻ മൊബൈലിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോ എന്തായിരുന്നാലും ഇവിടെ ഒരു അക്കാഡമിക് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഡേയിൽ തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണല്ലോ, വെർച്വൽ അക്കാദമി ആണല്ലോ നമ്മളിവിടെ ചെയ്യുന്നത് അല്ലെ? അപ്പൊ വെർച്വൽ അക്കാദമി എന്നുള്ള രൂപത്തില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് ഓരോരുത്തർക്ക് അറിയാവുന്ന പോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് വെർച്വൽ അതല്ലെങ്കിൽ ഓൺലൈൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഏതൊരു സ്ഥലത്ത് നിന്നിട്ടും നമുക്ക് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യതയാണ് ശരിക്കും ഓൺലൈനിലൂടെ തുറന്നു കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിനെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോവാം. അപ്പൊ ഒരു ഇന്ററാക്ഷൻ എന്നുള്ള രൂപത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? പാർട്ടിസിപ്പൻസ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? ഞാനൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ആ ചോദ്യത്തിന് നിങ്ങൾ ഒരു ചാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറുപടി പറയാ. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ, അത് ലോൺ ചെയ്തു പോയെന്നൊക്കെ അറിയാലോ. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഇന്റർവ്യൂ ചെയ്യാണ് കേട്ടോ. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ ഇന്റർവ്യൂ ചെയ്യാണ്.
അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറെ ആളുകളുണ്ട് അല്ലെ. ഇവിടെ ഫാത്തിമ അനീഷ ഉണ്ട്, ഫാത്തിമ മറിയ ഉണ്ട്, അതേപോലെ തന്നെ ഫാത്തിമ മുബാഷിറ ഉണ്ട്, ഹിസാന, ഇങ്ങനെ കുറെ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ മൊബൈലിൽ നോക്കുന്നതുകൊണ്ട് പരിമിതികളുണ്ട്. മൻസൂറ, നജുമ, ആരിഫ്. ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാണ്. എന്നിട്ട് അതിന് ശേഷം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്രയാണ് നിങ്ങൾക്ക് ഞാൻ സാലറി തരേണ്ടത്? ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, എത്ര സാലറി നിങ്ങൾക്ക് തരണം? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളൊരു സാലറി നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എത്രയാണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ എത്ര കിട്ടിയാലാണ് നിങ്ങൾ വർക്ക് ചെയ്യുക? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യോ, നിങ്ങൾക്ക് എത്ര സാലറി കിട്ടിയാലാണ് നിങ്ങൾ വർക്ക് ചെയ്യുക? കാരണം നമ്മൾ ഓരോരുത്തരെയും ഒരു സ്വപ്നമാണ് അല്ലെ. ഓരോരുത്തർക്കും ഓരോ സ്വപ്നം ഉണ്ടാവും. നമുക്കൊരു ജോലി വേണം, ഒരു ഇൻകം നമുക്ക് കിട്ടണം എന്നൊക്കെ ഓരോരുത്തർക്കും ഒരു താല്പര്യം ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളെ എടുക്കുകയാണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തെ, നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ സഫലീകരിച്ച് തരാൻ പോവാണ്. അപ്പൊ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നു, നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര സാലറിയാണ് ഞാൻ തരേണ്ടത് എന്നുള്ളത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എത്ര സാലറിയാണ് നിങ്ങൾക്ക് തരേണ്ടത്? നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള വില എത്രയാണ്? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ചാറ്റ് ബോക്സിലൊന്നും കാണുന്നില്ലല്ലോ. 20,000 പെർ മന്ത്. റഹീമ, ഓക്കെ, റഹീമ പറയുന്നത് 20,000 കേൾക്കാം. ഓക്കെ, ബാക്കിയുള്ളവര് 80,000 പെർ മന്ത്. ഓക്കെ, ഗുഡ്. ഓക്കെ, പിന്നെ 30,000 പെർ മന്ത്. ഓക്കെ, 1 lakh. 1 lakh. 30,000. 25,000. ഓക്കെ, ഗുഡ്, അടിപൊളി. അപ്പൊ എന്തായാലും കുറെ പേര് പ്രതികരിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആരും ഇങ്ങനെ പ്രതികരിക്കില്ല. അപ്പോ എന്തായിരുന്നാലും നിങ്ങൾ ഓരോരുത്തരും പ്രതികരിച്ചതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. ഇനി എന്റെ ഒരു ചോദ്യം, ഈ 80,000 അതല്ലെങ്കിൽ 40,000, 25,000, 1,00,000 എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എടുക്കാൻ സാധ്യതയുണ്ടോ? അതിന്റെ പോസിബിലിറ്റി എത്രത്തോളം ആയിരിക്കും? 1,00,000 എന്ന് പറഞ്ഞവരുണ്ട്, 40,000 എന്ന് പറഞ്ഞവരുണ്ട്, 25,000 എന്ന് പറഞ്ഞവരുണ്ട്. ആ ഒരു പിന്നെ സാലറി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എടുക്കാൻ സാധ്യതയുണ്ടോ, സാധ്യതയില്ലേ? എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? നിങ്ങൾ എന്നോട് പറയുന്നു എനിക്ക് 1,00,000 രൂപ വേണം, അതല്ല എനിക്ക് 40,000 രൂപ വേണം എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഡു യു ഫീൽ? ഞാൻ എടുക്കുവോ, അതല്ലെങ്കിൽ വേറൊരാളാണെങ്കിൽ എടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, യെസ് എന്നാണ് അടിക്കുന്നത്. അതായത് 80,000 ആയി കഴിഞ്ഞാൽ, 1,00,000 ആയി കഴിഞ്ഞാൽ വേറെ ആളെ കിട്ടിയില്ലെങ്കിൽ എടുക്കൂ. ഓക്കെ, വേറെ ആളെ ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. കാരണം നിങ്ങൾ എല്ലാവരും വളരെ കോൺഫിഡന്റ് ആണ്. ഞാൻ 40,000 പറഞ്ഞാലും 50,000 പറഞ്ഞാലും 1,00,000 പറഞ്ഞു കഴിഞ്ഞാലും എന്നെ എടുക്കും എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട നമ്മള് ഒരു ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് അറിയോ? ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണ്? ഇന്ത്യയുടെ അസറ്റ് എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണപ്പെടുന്ന ഒരു സംഭവം എന്താണ്? അതായത് ഇന്ത്യയെ മറ്റുള്ളവരിൽ നിന്നും, മറ്റ് ഇതര രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന ഒരു ഘടകം എന്താണ്? നാച്ചുറൽ സോഴ്സസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ തോന്നുന്ന അടിച്ചിട്ടോ, കുഴപ്പമൊന്നുമില്ല, നെവർ മൈൻഡ്. പോപ്പുലേഷൻ. ഓക്കെ, ഗ്രേറ്റ്. പോപ്പുലേഷൻ. ഓക്കെ, അപ്പൊ നാച്ചുറൽ സോഴ്സസും ഒരു കറക്റ്റ് ആൻസർ തന്നെയാണ്. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ, അല്ലെ?
അതായത് ഈവൻ മറ്റു രാജ്യങ്ങളിലേക്ക് വരെ യൂണിറ്റി. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ മറ്റ് ഇതര രാജ്യങ്ങളിലേക്ക് വരെ ആളുകളെ കയറ്റി അയക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഇന്ത്യയാണ്. എവിടെ നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാലും, അതേപോലെ തന്നെ ഇനി മറ്റു യൂറോപ്യൻ കൺട്രീസിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഒക്കെ, ഇനി അതല്ല നമ്മള് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പല പിന്നെ കമ്പനികളുടെയും തലപ്പത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യക്കാരായിരിക്കും. അപ്പോ ഇവിടെ ആളുകൾ കൂടുതലാണ്. ആളുകൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. അതായത് നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷനെ ഏറ്റവും എളുപ്പത്തിൽ റീപ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താണ്, ഇവിടെ എന്റെ പുറകിൽ ഇപ്പൊ ഞാനിരിക്കുന്ന ഒരു കസേരയ്ക്ക് പിന്നില് ഒരുപാട് ആളുകൾ ക്യൂവിലാണ്, വെയിറ്റിംഗിലാണ്. ഞാൻ മാറിക്കഴിഞ്ഞാൽ മറ്റൊരാൾ, എനിക്ക് പകരം മറ്റൊരാളെ വെക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം അവിടെ അവൈലബിലിറ്റി കൂടുതലാണ്. ഒരാളില്ലെങ്കിൽ 10 ആളെ വെക്കാൻ അവിടെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നെ മാറ്റാൻ സാധിക്കാത്ത വിധത്തിൽ എന്താണ് എനിക്കുള്ളത്? അതാണ് ചോദ്യം. എന്നെ ഒരു കമ്പനിയിൽ എന്നെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ മാറ്റാൻ, എന്നെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ എനിക്ക് എന്ത് സ്കില്ലാണുള്ളത്, എനിക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു സാധാ മനുഷ്യനായിട്ട്, അതല്ലെങ്കിൽ സാധാ എംപ്ലോയി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റു ഇതര ആളുകളിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് മാറാം. അപ്പൊ ഇത് നമ്മുടെ ചോയ്സ് ആണ്. നമ്മുടെ ചോയ്സ് ആണ്. നമ്മൾ ഞാനൊരു സാധാരണ ഫൈസലായിട്ട് മുന്നോട്ട് പോകണോ, അതല്ല ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള, റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ട് എനിക്ക് മാറണോ എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. കാരണം ഇതിനു വേണ്ടി ആരും നമ്മളെ നിർബന്ധിക്കൂല, അല്ലെ? ഫാത്തിമ അനീഷയെ ഓരോ ദിവസവും വന്നിട്ട്, ഫാത്തിമ അനീഷ നീ ഇങ്ങനെ ആകരുത്, നീ കുറച്ചും കൂടി വ്യത്യസ്തനാകണം, നീ കുറച്ചും കൂടി നന്നായി പഠിക്കണം, നീ നിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തണം എന്ന് ആരും വന്ന് പറയാൻ പോണില്ല, അല്ലെ? ആരും വന്ന് ഇതേപോലെ ഡെയിലി വന്ന് ഉണർത്താനോ തട്ടി വിളിക്കാനോ പോകുന്നില്ല. ഇറ്റ്സ് അവർ ചോയ്സ്. എനിക്ക് മാറണോ, എനിക്ക് മാറണ്ടേ എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ്. അപ്പോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് പിന്നെ നാളെ രാത്രി എവിടെയായിരിക്കും, നമ്മൾ ഓരോരുത്തരും നാളെ രാത്രി 9 മണിക്ക് ഇതേ സമയത്ത് എവിടെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട്. നമ്മൾ ഈ കേരളത്തിൽ തന്നെ ഉണ്ടാവും, നമ്മൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഉണ്ടാവും. 6 മാസം കഴിഞ്ഞാൽ, 1 വർഷം കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളതാകും. എന്നാൽ കൃത്യമായി നമ്മൾ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഞാൻ എവിടെയായിരിക്കും? ഒരു 5 വർഷത്തിന് ശേഷം എന്റെ കരിയറിൽ ഞാൻ എവിടെ, ഏത് കസാരയില്, ഏത് നാട്ടില്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനില് ഞാൻ എന്ത് പൊസിഷൻ നിർവഹിച്ച് എത്ര ആളുകളിലേക്ക് കടന്നുകൊണ്ട് എനിക്ക് പിന്നെ മുന്നേറാൻ സാധിക്കുമെന്ന ഒരു ക്ലിയർ ഒരു ഗോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാകണം. നമ്മുടെ വീട്ടില് സാധാരണഗതിയിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്തേ, നിങ്ങൾ കല്യാണത്തിനൊക്കെ പോകാറുണ്ടോ? കല്യാണത്തിന് പോകാറുണ്ടോ? നിങ്ങൾ ഇപ്പൊ കല്യാണത്തിന് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത്, എല്ലാവരും കൂടി പോകുന്ന സമയത്ത് വണ്ടി ഏൽപ്പിക്കും. വീട്ടില് വണ്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു ഉച്ചക്കുള്ള കല്യാണത്തിനൊക്കെ ചിലപ്പോൾ ഒരു 10:30-ക്കൊക്കെ വണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അപ്പൊ വീട്ടിലെല്ലാവരും 10:30-ക്ക് വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, അപ്പൊ എല്ലാവരും വരണം എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10:30 ആകുമ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും, അല്ലെ? ഒരു 10:30 ആകുമ്പോഴേക്കും ഒരു ഡെഡ് ലൈൻ നമ്മൾ വെച്ചപ്പോ എന്താണ്, എല്ലാവരും ആ 10:30-ക്ക് റെഡി ആയിട്ടുണ്ടാവും. എന്നാ മറ്റൊരു ദിവസം ചിലപ്പോ ഈ വണ്ടി ഏൽപ്പിച്ചതിന്റെ പിറ്റേ ദിവസം 10:30 ആകുമ്പോഴേക്കും ഒന്നും നടന്നിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മളൊരു ടൈം ഡെഡ് ലൈൻ വെക്കുന്ന സമയത്ത്, അല്ലെ? ഇപ്പൊ ഇവിടെ പലരും PG ചെയ്യുന്നവരായിരിക്കുമല്ലോ, PG പിന്നെ അല്ലെങ്കിൽ UGക്കിനോ ചെയ്യുന്നതാണ്. അപ്പൊ അസൈൻമെന്റ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്, അല്ലെ?
അപ്പൊ അസൈൻമെന്റ് ഇപ്പോ ജനുവരി പിന്നെ ബാച്ചുകാർക്കാണെങ്കിൽ സെപ്റ്റംബർ 30 എന്താണ് അസൈൻമെന്റ് വെക്കുന്നു അല്ലെ. അപ്പൊ നമ്മള് ആ സെപ്റ്റംബർ 30 ആകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എന്താണ് അതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സെപ്റ്റംബർ 30 ആകുമ്പോഴേക്കും നമ്മൾ ചടപടേന്ന് പറഞ്ഞിട്ട് എഴുതി അത് സബ്മിറ്റ് ചെയ്യും. അത് അവിടെ ഒരു ഡെഡ് ലൈൻ ഉണ്ടായത് കൊണ്ടാണ് എന്താണ് നമ്മളത് വെച്ചത്. ഇനി അങ്ങനെ ഒരു ഡെഡ് ലൈൻ ഇല്ല. ഇഗ്നോ പറയാണ് എന്താണ് നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. നമ്മൾ ആരെങ്കിലും വെക്കാൻ പോകണ്ട. ഈ ഒരു സാധനം ഒരിക്കലും വെക്കാം. അപ്പൊ ഒരു ഡെഡ് ലൈൻ നമുക്ക് ഉണ്ടാക്കണം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ഗോൾ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു ഗോൾ ഇല്ല എന്നുണ്ടെങ്കിൽ വെറും വേസ്റ്റ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഏറ്റവും മനോഹരമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ ദിവസവും എത്രയോ മനുഷ്യന്മാര് മരിച്ചു പോകുന്നു അല്ലെ. എത്ര മനുഷ്യന്മാരാണ് മരിച്ചു പോകുന്നത്. ഇപ്പൊ റീസെന്റ് നമുക്കറിയാം അല്ലെ, കലാപൻ നവാസ് ഒരു പ്രയാസവും പ്രശ്നവും ഇല്ലാന്നാണ് കണ്ടത്, മരണപ്പെട്ടു പോയി. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ദിവസവും എത്ര മനുഷ്യന്മാരാണ് മരിച്ചു പോകുന്നത്. അപ്പോ വൈ ഡു വി എക്സിസ്റ്റ് സ്റ്റിൽ? നമുക്ക് ദൈവം, പടച്ചവൻ, അതല്ലെങ്കിൽ പ്രകൃതി നമുക്ക് എന്തിന് ജീവൻ തന്നു? നമ്മൾ എപ്പോഴും എന്തിനാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ ഒരു ജീവൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കളയാനുള്ളതല്ല. ഒരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആക്കി കളയാനുള്ളതല്ല. ദാറ്റ് വി ഹാവ് ടു യൂട്ടിലൈസ്. നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റണം. അപ്പോഴാണ് നമുക്കിത് തന്ന ആളോട് അല്ലെ, ഇത് ആരാണോ നമുക്ക് ജീവൻ തന്നത് അയാളോടുള്ള ഒരു നന്ദിയാവുള്ളൂ. സോ ഈച്ച് മൊമെന്റ്, അതല്ലെങ്കിൽ ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ മാസവും നമുക്ക് മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായി നിൽക്കാൻ സാധിക്കുള്ളൂ. സോ ഇൻവെസ്റ്റ് ടൈം ഇൻ യുവർ സെൽഫ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സമയത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ മാറും. നിങ്ങൾ ചോദിക്കുന്ന 1 ലക്ഷം, ആ 1 ലക്ഷത്തിന് നിങ്ങൾ അർഹനാണോ? നിങ്ങൾ ചോദിക്കുന്ന 40,000-ന് നിങ്ങൾ അർഹനാണോ എന്ന് നിങ്ങളോട് സംസാരിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ CV ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ടു ടോക്ക്. നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആണോ? നിങ്ങൾക്ക് 40,000 ആണോ, 50,000 ആണോ, 60,000 ആണോ, 2 ലക്ഷം ആണോ നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ഒരു ഇന്റർവ്യൂവറിന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നമ്മളെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. ഒരാളും വന്നിട്ട് നമ്മളോട് പഠിക്കുക എന്ന് പറയില്ല അല്ലെ. ഇപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോ നമ്മളിപ്പോ അത്യാവശ്യം സ്വാതന്ത്ര്യമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തായിരുന്നു സ്കൂളിൽ പോവാത്തത് എന്ന് ചോദിക്കും അല്ലെ. എന്താ സ്കൂളിൽ പോവാത്തത്? തലവേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് വിടും, പോയിക്കോളാൻ പറയും. ഇവിടെ വെർച്വൽ അക്കാദമി ആവുന്ന സമയത്ത് ആരും നമ്മളോട് ചോദിക്കില്ല. ഒരു സൂം ക്ലാസ്സിന് കയറിയില്ലെങ്കിലും ആരും നമ്മളോട് ചോദിക്കാനൊന്നും പോകണമെന്നില്ല. അതല്ലെങ്കിൽ ഒരു നോട്ട്സ് തയ്യാറാക്കി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇട്ടില്ലെങ്കിലും ആരും നമ്മളോട് ചോദിക്കാൻ വരുന്നില്ല അല്ലെ. അപ്പോ ഇവിടെ ചോദിക്കാനും പറയാനും നമ്മൾ തന്നെ എന്ത് ചെയ്യുക? ഏറ്റെടുക്കുക. നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണ് സെൽഫ് റെസ്പെക്ട്? അതായത് നമ്മളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ MA സൈക്കോളജിക്ക് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BA സൈക്കോളജിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തത്തെ മനോഹരമായിട്ട് നിർവഹിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ്? ഇപ്പൊ നമ്മൾ മറ്റുള്ളവരെ നന്നായിട്ട് ബഹുമാനിക്കും. പല കാര്യങ്ങളും അവർ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കും, അത് ചെയ്യും. അത് അവരെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതേപോലെ തന്നെ നമ്മളും എത്രയോ തീരുമാനങ്ങൾ ഓരോ ദിവസം എടുക്കുന്നുണ്ട്. നന്നായി പഠിക്കണം എന്ന് തീരുമാനിക്കും, നേരത്തെ എഴുന്നേൽക്കണം എന്ന് തീരുമാനിക്കും, ഡെയിലി എക്സസൈസ് ചെയ്യണം എന്ന് തീരുമാനിക്കും, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും, ഇനി മുതൽ ഞാൻ ദേഷ്യം പിടിക്കൂല എന്ന് തീരുമാനിക്കും. ഇങ്ങനെ പലതും നമ്മൾ തീരുമാനിക്കാറുണ്ട്, പക്ഷെ നമ്മൾ നടപ്പിലാക്കാറില്ല. അപ്പൊ നമ്മുടെ മനസ്സെന്നെ പറയും
അപ്പന് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ എന്താണ്, വെള്ളത്തിൽ വരച്ച വര പോലെ തന്നെ എന്താണ്, ഒന്നും ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മളെ മനസ്സെന്നെ പറയും. അപ്പൊ ആയതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ ഏറ്റെടുക്കുക. വേറെ ആരും വന്ന് ഏറ്റെടുക്കില്ല. നമ്മൾ ഏറ്റെടുക്കുക. നമ്മളെ ഒന്ന് സംസ്കരിക്കാനുണ്ട്, നമ്മളെ ഒന്ന് സമുദ്ധരിക്കാനുണ്ട്, നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. അപ്പൊ നമ്മൾ എന്താകും, നമ്മളൊരു വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യനായി തീരും എന്നുള്ളതാണ്. അതിന് പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എൻട്രിയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്താണ്, നിങ്ങളൊരു വെർച്വൽ അക്കാദമിയിൽ ഒരു ഡിഗ്രിയോ PGയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻറോൾ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും മനോഹരമായ തുടക്കം. പക്ഷേ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ കൂടി നിങ്ങൾക്ക് കഴിയണം. എന്ത് സാധനവും തുടങ്ങാൻ പറ്റും, എവിടെ വേണമെങ്കിലും ചേരാം. എന്താ, UGക്ക് ചേരണം, PGക്ക് ചേരണം, PhDക്ക് ചേരണം, അല്ലെ? ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ ചേർന്നിട്ടുള്ള കോഴ്സുകളിൽ എത്ര എണ്ണം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം. അല്ലെങ്കിൽ തുടങ്ങി വെച്ച എന്തെല്ലാം ഇപ്പൊ പാകതി വഴിയിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അപ്പൊ അങ്ങനെ ഒരിക്കലും ഈ ഒരു കോഴ്സ് ആകരുത്. എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കണം. നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റവും മനോഹരമാക്കി പൂർത്തിയാക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ MA സൈക്കോളജിക്ക് ജോയിൻ ചെയ്തവരും BA സൈക്കോളജിക്ക് ജോയിൻ ചെയ്തവരൊക്കെ അതിനെ ഏറ്റവും മനോഹരമായി 3 വർഷം കഴിയും അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് അതിനെ പൂർത്തിയാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ വാല്യൂ കൂടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വാല്യൂ കൂടുന്നു, അതായത് നിങ്ങളുടെ കൂടെ ഒരു ഡിഗ്രി കൂടെ ചേരുന്നു, നിങ്ങളുടെ കൂടെ ഒരു PG ചേരുന്നു, അല്ലെ? ഫാത്തിമ മുസ്ബിറ ഒരു PG എടുക്കുന്ന ഒരാളാണെങ്കിൽ, MA സൈക്കോളജി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫാത്തിമ മുസ്ബിറയുടെ കൂടെ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു പേര് ചേർക്കാൻ ഫാത്തിമ മുസ്ബിറക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതല്ല, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്നോ അതല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്നോ തുടങ്ങിയിട്ടുള്ള പേരിനു നേരെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒന്ന് ചേർക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഫാത്തിമ മുസ്ബിറയുടെ വാല്യൂ കൂട്ടുന്നു എന്നുള്ളതാണ്. നേരത്തെ എത്രയാണോ അവർക്ക് ഉണ്ടായിരുന്ന ഒരു മൂല്യം, ആ മൂല്യത്തിനെ ഉയർത്താൻ സാധിക്കുന്നു. മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാനൊരു ഡിഗ്രി ഹോൾഡർ അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, ഞാനൊരു PG കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് PG കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ആണ് നമ്മളെ ഇനിയും മുന്നോട്ട് കുതിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. സോ ഇപ്പോഴത്തെ നിങ്ങളുടെ മനോഹരമായ ഗോള് ഈ ഒരു ഡിഗ്രി അതല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അതിനെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മനോഹരമായിട്ടുള്ള കരിയർ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനോഹരമായ ഗോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഇൻവെസ്റ്റ് ടൈം ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ സമയം സമയം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വിനിയോഗിക്കുക. സമയം നമുക്ക് വേണ്ടി ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ച സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഇതിൽ തന്നെ കുടുംബിനികൾ ഉണ്ടാകും, ജോലി ചെയ്യുന്നവരുണ്ടാകും, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ പഠനത്തിന് വേണ്ടി ഇന്ന സമയം എന്ന് പറഞ്ഞിട്ടൊന്ന് ചിലപ്പോൾ മാറ്റിവെക്കാൻ പോലും നമുക്ക് സമയം ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഓരോരുത്തരും കണ്ടു തീർക്കുന്ന റീൽസുകൾ മാത്രം മാറ്റിവെച്ചാൽ തന്നെ കുറെ സമയം നമുക്ക് കിട്ടും, അല്ലെ? നമ്മൾ എത്ര വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഉള്ളത്, അല്ലെ? എത്ര റീൽസാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടു തീർക്കുന്നത്. അപ്പോ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി അതിലത്തെ സമയം കുറച്ചൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് നമ്മുടെ ഉറക്കം കുറച്ചൊക്കെ ഒന്ന് കുറച്ച്, അല്ലെ? കുറേ സമയമൊക്കെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്നൊക്കെ ഒരു അരമണിക്കൂർ നമുക്ക് പിടിക്കാം. അവിടെ നിന്നൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്നൊക്കെയാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്തൊക്കെ അവിടെ നിന്ന് പിന്നെ അല്ലറ ചില്ലറ സമയങ്ങളൊക്കെ നമ്മൾ പറക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കുറേ സമയമാകും. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റുക. നമ്മൾക്ക് പഠിക്കണം, നമുക്ക് വളരണം, നമുക്ക് ഉയരണം എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ സമയം നമ്മളിലേക്ക് വന്നു ചേരും.
ഉച്ചക്ക് കിടന്നുറങ്ങുന്ന സമയം നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കും. ഇങ്ങനെ തുടങ്ങി നമുക്ക് ഉയരാനും വളരാനുമുള്ള സമയത്തെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മള് പിന്നെ ഈ ആദിവാസികൾക്കിടയിൽ നിന്നൊക്കെ ചില സിവിൽ സർവീസിനൊക്കെയുള്ള പിന്നെ ക്വാളിഫിക്കേഷൻ ഒക്കെ നേടിയിട്ടുള്ള കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാ അവർക്ക് പറ്റുന്നത്? അവർക്ക് വീടില്ല, അവർക്ക് വെളിച്ചമില്ല, അവർക്ക് പഠനത്തിനുള്ള ഉപാധികളോ സാഹചര്യങ്ങളോ ഇല്ല, കൃത്യമായി ട്യൂഷൻസ് ലഭിച്ചിട്ടില്ല. എന്നിട്ട് പോലും അവർക്ക് എങ്ങനെയാ കിട്ടുന്നത്? അവർക്ക് ഒരു ഡ്രീം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അവർക്കൊരു ഡിസയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഒരു ഗോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കതില്ലാതെ പോയി എന്നുള്ളതാണ്, അല്ലെ? അപ്പോ നമുക്ക് ആ ഒരു ഗോൾ ഉണ്ടെങ്കിൽ ഒരു അതിതീവ്രമായിട്ട് നമ്മൾ കൊതി എന്നൊക്കെ പറയും, അല്ലെ? കൊതിക്കാന്ന് പറയില്ലേ? വെറുതെ ഉള്ള കൊതിയൊന്നല്ല, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കൊതിക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് ഒരു അതിതീവ്രമായിട്ടുള്ള, എനിക്കത് കിട്ടിയേ തീരൂ, അടങ്ങാത്ത ആഗ്രഹം എന്നൊക്കെ പറയില്ലേ? നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെയും ചലഞ്ച് ചെയ്യാനുമല്ല. നമുക്ക് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന സമയത്തോ ഇന്റൻഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇന്റൻഷൻ എന്ന് പറയും, ഇന്റൻഷൻ ബിഹൈൻഡ് ഇന്റൻഷൻ. നമ്മൾ ഏതൊരു പ്രവർത്തനത്തിനും നമുക്ക് നല്ല ഇന്റൻഷൻ ഉണ്ടാവണം. നമ്മള് പിന്നെ മുസ്ലിംസ് ആണെങ്കിൽ നിയ്യത്ത് എന്ന് പറയും. നമ്മുടെ ഇന്റൻഷൻ എപ്പോഴും നമ്മളുടെ അറിവ് നുകരുക എന്നുള്ളത്, അറിവ് നേടുക എന്നുള്ളത്, നമ്മളെ സംസ്കരിക്കുക എന്നുള്ളത്, നമ്മളെ സമുദ്ധരിക്കുക എന്നുള്ളത്, നമുക്ക് ഒരുപാട് ആളുകൾക്ക് സേവനം ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരിക്കണം. അതല്ലാതെ ഞാൻ വളർന്നിട്ട് ഞാൻ PG എടുത്തിട്ട് വേണം അവരെ കാണിക്കാൻ, അതല്ലെങ്കിൽ അവർക്കൊരു മറുപടി കൊടുക്കാൻ എന്നുള്ളതല്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതെന്താണ്, വിട്ടുകൊടുക്കാം, നമുക്ക് മാപ്പ് കൊടുക്കാം, നമുക്ക് എന്താണ് നമ്മളത് പിന്നെ നമ്മളിൽ നിന്ന് നമ്മളത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വിശാലമായിട്ടുള്ള മനസ്സോടുകൂടി നല്ല ഇന്റൻഷനോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുക. നമുക്ക് എല്ലാ വാതിലുകളും തുറന്നു കിട്ടും, എല്ലാ സമയങ്ങളും നമ്മളിലേക്ക് വരും, എല്ലാ പഠിച്ചതും നമ്മൾ ഓർമ്മയിലേക്ക് വരും. നമ്മുടെ ഇന്റൻഷൻ മനോഹരായിരിക്കണം, എല്ലാവരിലേക്കും നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം. നമ്മുടെ അറിവ് കൊണ്ട്, നമ്മളുടെ കഴിവുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണ്, കൃത്യമായിട്ട് നമ്മൾ ക്രമപ്പെടുത്തുക. നമ്മൾ മറ്റുള്ളവരെ പിന്നെ നന്നാക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ നന്നാകുക എന്നുള്ളതിലേക്കാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഒരു മനുഷ്യനെ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് നന്നാക്കിക്കൊണ്ടേയിരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നാകുന്നതോടുകൂടി തന്നെ നമ്മുടെ ചുറ്റുപാടുകൾ നന്നാകും. നമ്മൾ ഡെവലപ്പ് ആകുന്നതോടുകൂടി, ഞാൻ നന്നാകുന്നു, നന്നായി പഠിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്റെ ചുറ്റുപാടുകൾ അതിനനുസരിച്ചിട്ട് നന്നാകുന്നു എന്നുള്ളതാണ്. ഞാൻ നന്നാകുന്നു, ഞാൻ സംസ്കരിക്കപ്പെടുന്നു, ഞാൻ സമുദ്ധരിക്കപ്പെടുന്നു, ഞാൻ നന്നായി സംസാരിക്കുന്നു. ഇതിന്റെ അർത്ഥം തീർച്ചയായിട്ടും അതിന്റെ ഒരു റിഫ്ലക്ഷൻ സമൂഹത്തിൽ ഉണ്ടാകും. അതിന്റെ ഒരു പ്രകാശം, നമ്മളിലുള്ള ഒരു പ്രകാശം മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ നന്നാകുന്നതോടുകൂടി തന്നെ നമ്മുടെ ചുറ്റുപാടുകളും നന്നാകാൻ കാരണമാകുന്നു. അപ്പൊ ഇൻവെസ്റ്റ് ടൈം ഇൻ യുവർ സെൽഫ്. നമ്മളിൽ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മളുടെ അറിവുകൾ നമ്മൾ പരമാവധി നവീകരിക്കുക, നമ്മൾ നന്നായി പഠിക്കുക, നമ്മുടെ ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ കഴിവുകൾ നമ്മൾ ഇംപ്രൂവ് ചെയ്യുക. അറിവിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അറിവിനേക്കാൾ കൂടുതലായി നമുക്ക് ഉണ്ടാകേണ്ട എന്നാണ് സ്കില്ല് എന്ന് പറയുന്നത്, നമ്മളുടെ കഴിവുകൾ എന്ന് പറയുന്നത്. നന്നായി സംസാരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. നിങ്ങളൊരു കൗൺസിലറാണ്, നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അതല്ലെങ്കിൽ നിങ്ങളൊരു ട്രെയിനറാണ്, നിങ്ങളൊരു ടീച്ചറാണ്, അതല്ല നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായി കഴിഞ്ഞാലും യു നീഡ് എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും വീഴാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ ഈ ഒരു സാധനം നമ്മൾ എവിടെയും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ LKG മുതൽ ഇങ്ങോട്ട് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ PG വരെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ പഠിക്കുന്നില്ല. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ മനോഹരമായി ആളുകളെ ഡീല് ചെയ്യണം, എന്താണ് ആളുകൾക്ക് നമ്മൾ കൺവേ ചെയ്യേണ്ടത് എന്ന് തുടങ്ങി നമ്മളിലൂടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മുടെ സംസാരങ്ങളിൽ നമുക്ക് നല്ല വാല്യൂസ് കൊണ്ടുവരാൻ പറ്റണം.
എങ്ങനെയാണ് നമുക്കത് കൊണ്ടുവരാൻ പറ്റുക? ചില ആളുകൾ ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പല ഡോക്ടർമാരുടെ അടുത്ത് പോകാറുണ്ട് അല്ലെ? എല്ലാ ഡോക്ടർമാരെയും നമ്മൾ വീണ്ടും പോകാറില്ല അവരുടെ അടുത്ത്. എന്നാൽ ചില ഡോക്ടർമാരുടെ അടുത്ത് വീണ്ടും വീണ്ടും നമ്മൾ സന്ദർശിക്കും, വീണ്ടും വീണ്ടും നമ്മൾ പോകും, മറ്റുള്ളവരെ നമ്മൾ റെഫർ ചെയ്യും, ആ ഡോക്ടറെ അടുത്ത് പോയിക്കോളൂ എന്ന് പറയും. ചില ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ മരുന്ന് കഴിക്കേ വേണ്ട, എന്താ മരുന്ന് കഴിക്കാതെ തന്നെ രോഗം മാറും. എൻ്റെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ആ വല്യമ്മക്ക് ഒരു സിജോ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ അടുത്ത് തന്നെ പോകണം. ആ ഡോക്ടറെ അടുത്ത് പോയാൽ മാത്രം മതി, പോയി കണ്ട് തിരിച്ചു വരുമ്പോഴേക്ക് രോഗം മാറിയിട്ടുണ്ടാവും. അന്നത്തെ പനി മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ അന്നത്തെ തലവേദന മാറിയിട്ടുണ്ടാവും. സോ നമ്മുടെ അറിവിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ സ്കില്ല്, അതല്ലെങ്കിൽ നമ്മുടെ സമീപനം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രയോഗങ്ങൾ, നമ്മുടെ പ്രതികരണങ്ങൾ. നമ്മളൊരു മനുഷ്യനോട് എങ്ങനെ പെരുമാറുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരാളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തോട് ഇടപെടുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നത്, ഒരു പ്രതികരണം കൊടുക്കുന്നത്, ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ആളുകൾ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആളുകൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമോ, അതല്ല ആളുകൾ പിന്നെ നമ്മളെ കണ്ട ഓടിക്കളയുമോ? അല്ലേ? ആളുകൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഹണ്ടിങ്, രണ്ടാമത് അട്രാക്റ്റിങ്. ഒന്ന് ഹണ്ടിങ് ആണ്, മറ്റൊന്ന് അട്രാക്റ്റിങ് ആണ്. ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ പിറകെ പോയി തേടി പിടിക്കലാണ്. നിങ്ങളൊന്ന് വരൂ, ഞാനൊരു കൗൺസിലറാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ പ്ലീസ്, എനിക്ക് കൗൺസിലിംഗ് സെഷൻ കിട്ടുന്നില്ല, നിങ്ങളൊന്ന് വരൂ എന്ന് പറയുന്നു. അതല്ലെങ്കിൽ ഒരു ടീച്ചർ ആണെങ്കിൽ കുട്ടികളെ നിങ്ങൾ ഒന്ന് എൻ്റെ അടുത്തേക്ക് വരൂ, നിങ്ങളൊന്ന് ചോദ്യങ്ങൾ ചോദിക്കൂ, ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്, ഏതെങ്കിലും കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരൂ. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റു ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആളുകളെ തേടി പോകുന്നതിനെയാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. എന്നാൽ അട്രാക്റ്റിംഗ് എന്ന് പറയുന്നത് ആളുകൾ നിങ്ങളെ തേടി വരലാണ്, നിങ്ങളെ തേടി വരുന്നു അല്ലെ? ഒരു സിംഹം ഒരു മാനിനെ വേട്ടയാടി പിടിക്കുന്നു അല്ലെ? അപ്പോ മാനിന്റെ പുറകെ പോയി ഒരുപാട് മാനുകളുടെ പിന്നാലെ പോയിട്ടാണ് ഒരു മാനിനെ കിട്ടുന്നത്. അങ്ങനെ സിംഹം ഹണ്ട് ചെയ്യുന്നു, മാനിനെ തേടി പിടിക്കുന്നു, മാനിനെ വേട്ടയാടി പിടിക്കുന്നു. എന്നാൽ ഒരു പൂന്തോട്ടത്തിലേക്ക് കുറെ ശലഭങ്ങൾ മധു നുകരുന്നതിന് വേണ്ടി, അതിന്റെ തേൻ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൂന്തോട്ടത്തിലേക്ക് വരുന്നു. അതൊരു അട്രാക്റ്റിംഗ് ആണ്, ആ പൂന്തോട്ടത്തിലേക്ക് തേടി വരികയാണ്. ഇതേപോലെ നമുക്കും ഒരു പൂന്തോട്ടമായി കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആളുകൾ അട്രാക്ട് ചെയ്തു വരണം, ആളുകൾ നമ്മളെ തേടി വരണം. നമ്മളിൽ അതിന് എന്തെങ്കിലും ഒരു മധു ഉണ്ടാകണം, ഒരു തേൻ പോലെയുള്ള ഒരു സവിശേഷമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? ആളുകൾ നമ്മളെ തേടി വരുന്ന, ആളുകൾ നമ്മളെ അട്രാക്ട് ചെയ്തു വരുന്ന, ആളുകൾ നമ്മളെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന, ആളുകൾ വീണ്ടും വീണ്ടും നമ്മളെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആളുകൾ വീണ്ടും വീണ്ടും അറിവിന് വേണ്ടിയോ അതല്ലെങ്കിൽ കോഴ്സിന് വേണ്ടിയിട്ടോ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മരുന്നിന് വേണ്ടിയിട്ടോ അതല്ല ഒന്ന് 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 മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ തേടി ആളുകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അങ്ങനെ വരാൻ പാകത്തിലേക്ക് നമ്മൾ വളരുക, നമ്മൾ നമ്മളെ തന്നെ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. അത് നിങ്ങൾ എഴുതി വെച്ചു. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഒരു ദിവസം പോലും നമ്മൾ പണി മുടക്കാതെ നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മളിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, വേറെ ആരിലും വർക്ക് ചെയ്യണ്ട, നമ്മളിൽ തന്നെ വർക്ക് ചെയ്താൽ മതി. നമ്മുടെ അറിവ് കൂട്ടാൻ, നമ്മുടെ കഴിവ് കൂട്ടാൻ, നമ്മുടെ മറ്റ് കരിയർ മേഖലയിലെ ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമോ? വായിക്കുക. വീഡിയോസ് കാണാൻ പറ്റുമോ? വീഡിയോസ് കാണുക. ഇങ്ങനെ തുടങ്ങി നമുക്ക് നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ, നമ്മളെ നവീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടിയ ആളുകൾ വരും എന്നുള്ളതാണ്. മാസ്റ്റർ ആകാൻ സാധിക്കണം നമുക്ക്.
ഇപ്പൊ PG എന്ന് പറഞ്ഞതാണ് മാസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുക അല്ലെ. PG നമ്മൾ എന്ത് പറയാ, മാസ്റ്റേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് വരെ എന്താണ് സയൻസ് എല്ലാം പഠിക്കും അല്ലെ. പക്ഷെ കുറച്ചും കൂടി പോകുന്ന സമയത്ത് +2 ആകുന്ന സമയത്ത് അവിടെ എന്താണ് കമ്പ്യൂട്ടർ സയൻസ്, അതല്ലെങ്കിൽ ബയോളജി സയൻസ്, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ കൊമേഴ്സ്, ഇങ്ങനെ തുടങ്ങി സെലക്ഷൻസ് ആണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ വീണ്ടും അതിൽ തന്നെ വീണ്ടും സെലക്ഷൻസ് ആണ്. BSc സൈക്കോളജി, BSc കെമിസ്ട്രി, അതല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി പാറ്റേൺസ് പോകുന്നു. ഇനി മാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെയും സെലക്ഷൻസ് വരുന്നു അല്ലെ. ഇപ്പൊ സൈക്കോളജി ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ഇങ്ങനെ കൗൺസിലിംഗ് സൈക്കോളജി, ഇങ്ങനെ തുടങ്ങിയിട്ട് സ്പെഷ്യലൈസേഷനുകൾ വരുന്നു. അങ്ങനെ നമ്മൾ മാസ്റ്റർ ആകുന്നു എന്ന് പറഞ്ഞ ഒരു സാധനത്തിലെങ്കിലും നമ്മൾ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുറേ സാധനങ്ങളിൽ എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കുക, ഏതെങ്കിലും ഒരു ഏരിയ നമ്മൾ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, മാസ്റ്റർ ആവുക. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു മേഖല, ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും, കുറെ എണ്ണത്തിൽ വേണ്ട, ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് നിലവിൽ നമുക്ക് പരിമിതികളുണ്ട്. കുറച്ച് ആളുകളെ മാത്രമേ നമുക്കറിയൂ. നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കുറച്ച് ആളുകളിലേക്ക് മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ. പക്ഷേ നമ്മുടെ അറിവും കഴിവും ഒക്കെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അനേകായിരം ആളുകളിലേക്ക് നമ്മുടെ സർവീസ് നമുക്ക് എത്തിക്കാൻ പറ്റണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മരിക്കുക എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അല്ലെ. അത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാവരും മരിക്കണം. മതനിഷേധികൾ പോലും, മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും മരിക്കുന്നുള്ളത്. അപ്പൊ മരണത്തിൽ നിന്ന് നമുക്ക് ഒരാളെയും രക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ജീവിതത്തിൽ നിന്ന് പലരെയും രക്ഷിക്കാൻ സാധിക്കും. ജീവിതത്തെ മനോഹരമായി അപ്ലിഫ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനൊരു പക്ഷേ നമ്മുടെ ഒരു വാക്ക് മതിയാകും അല്ലെ. ചില കൂട്ടുകാര് നമ്മളെ വിളിക്കുന്ന സമയത്ത്, കൂട്ടുകാരികൾ വിളിക്കുന്ന സമയത്ത്, അങ്ങനെ തുടങ്ങി ആരെങ്കിലൊക്കെ നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു വാക്ക്, നമ്മൾ നൽകുന്ന ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം, അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ, അത് അവരെ ഒരു പക്ഷെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരു കാര്യമായിരിക്കും. ഇങ്ങനെ നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണം. ഒന്നല്ല, രണ്ടല്ല, 100 അല്ല, 1000-ലധികം ആളുകളെ, 10,000-ലധികം ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ നമുക്ക് സാധിക്കും. അപ്പൊ ആ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുമ്പോൾ നമുക്ക് തന്നെ തോന്നും, നമുക്ക് കുറച്ചും കൂടി ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെ. ഇപ്പോ ചിലപ്പോ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇനിയും എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നുവെങ്കിൽ, ഒരുപാട് ആളുകളിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന ഒരു തോന്നലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. എല്ലാ മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. നമ്മൾ ഒരു ദിവസം എത്രയോ മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ആയിരക്കണക്കായ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ബസ്സിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, 1 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ ആളുകളെ നമ്മൾ അവിടെ നിന്നൊക്കെ കാണുന്നുണ്ട്. എത്രയോ ഷോപ്പിലെ ആളുകളെ കാണുന്നു, ബാങ്കിലെ ആളുകളെ കാണുന്നു, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകളെ കാണുന്നു. എത്രയോ മനുഷ്യന്മാർ, 100 കണക്കിന് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും നമ്മൾ ഹൃദയത്തിലേക്ക് കയറ്റുന്നില്ല. എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്ന് ഉള്ളിലേക്ക് കയറ്റുന്നില്ല. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറ്റുന്നത് വളരെ വിരളമായിട്ടുള്ള ആളുകൾ മാത്രമാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്ത, നമ്മളുടെ കൂടെ ചേർന്ന് നിന്ന, നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്ന, നമ്മളോട് സ്നേഹം കാണിച്ച, ഇങ്ങനെ തുടങ്ങി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മുടെ ഈ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും എത്ര മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും എത്ര മനുഷ്യന്മാരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഇടം നമുക്ക് ഓരോരുത്തർക്കും നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എണ്ണി നോക്കുക. 5 പേരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടോ, 10 പേരുടെ ഉണ്ടോ, 100 പേരുടെ ഉണ്ടോ? അങ്ങനെ മനുഷ്യന്മാരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം, നല്ല
സമീപനത്തിന്റെ ആളുകളായിരിക്കണം. ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ സാധിക്കുന്ന ആളുകളായിരിക്കണം. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനുഷ്യന്മാരുടെ ഹൃദയ കവാടങ്ങൾ തുറന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമുക്ക് മനോഹരമായിട്ട് നമ്മളെ തന്നെ ഒന്ന് റീഷേപ്പ് ചെയ്യാനുണ്ട്, നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ തേടി ആളുകൾ വരും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും തേടി ആളുകൾ വരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലത്തെ നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ ആഗ്രഹിക്കുക, അതിയായിട്ട് കൊതിക്കുക. നമ്മൾ അത്തരം സാഹചര്യങ്ങളെ നിർബന്ധമായിട്ടും രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ ചിന്തിക്കുക അതിന് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കണം. കേവലം വെറുതെ ഇങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തെ അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷവും മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, അല്ലെ? നമ്മള് ഓരോ ദിവസവും മരിക്കുന്ന സമയത്ത് ചില ആളുകൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ പറയാറുണ്ട്, എന്താണ്, അവര് മരിച്ചു പോയല്ലോ അല്ലെ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും വരാറുണ്ട്. അതായത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു നനവ്, ഒരു നിനവ്, അല്ലെ, ഒരു വിഷമം. അപ്പൊ ഇതേപോലെ നമ്മളും ഒരു കാലത്ത് മരിക്കേണ്ടവരാണ്. അപ്പോ നമ്മളെ പിന്നെ അത്തരത്തിൽ നമ്മളൊരു ജീവിതത്തെ അടയാളപ്പെടുത്തി മരണത്തിന്റെ ശേഷവും നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് നമ്മൾ വ്യത്യസ്തനാകുമ്പോൾ മാത്രമാണ്. അങ്ങനെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് മാറാൻ സാധിക്കണം. അങ്ങനെ വ്യത്യസ്തതയുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാനും നമുക്ക് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താനും ഒക്കെ സാധിക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. അതിന് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പഠനങ്ങൾ, ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇത്തരം വേദികൾ ഒക്കെ തീർച്ചയായിട്ടും സഹായകമാകും. കേവലം പഠിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ നല്ല മനോഹരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ നിങ്ങൾ രൂപപ്പെടുത്തുക. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? നിങ്ങളുടെ പഠനത്തിലേക്ക്, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ നല്ല നല്ല ഫ്രണ്ട് സർക്കിളുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, രൂപപ്പെടുത്തുക. അങ്ങനെ രൂപപ്പെടുത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് പഠിക്കാനും അതേപോലെ തന്നെ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റുകൾ രൂപപ്പെടുത്താനും ഒക്കെ അത് സാധിക്കുമെന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നമ്മൾ ഒരു ഡീമോട്ടിവേഷൻ ഒക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇടയ്ക്കിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ബൂസ്റ്റപ്പ് ആവേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ നല്ല നല്ല കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പൊ ആ ഫ്രണ്ട് സർക്കിള് നമ്മൾ എപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നല്ല കൂട്ടുകാരായിരിക്കുക, നന്നായിട്ട് പഠിക്കുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്ന കൂട്ടുകാരെ നമുക്ക് എപ്പോഴും ഉണ്ടാകുക. അങ്ങനത്തെ കൂട്ടുകാരില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ കൂട്ടുകാരെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കൂടിച്ചേരേണ്ട ഒരു സംഭവം മാത്രമല്ല, മറിച്ച് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് നമുക്കൊരു ടീമിന്റെ കൂടെ ചേരണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ ചേരണം. നമ്മൾ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് നമ്മളെ നവീകരിക്കണം. അപ്പൊ ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിനെ നമ്മൾ എപ്പോഴും നല്ല ഫ്രണ്ട് സർക്കിള് നമുക്ക് രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നല്ല ഫ്രണ്ട്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പൊ 10ലുണ്ടായ ഫ്രണ്ട്സ് ആയിരിക്കില്ല പ്ലസ് ടുവിനുണ്ടാകുന്ന ഫ്രണ്ട്സ് ആയിരിക്കില്ല മുന്നോട്ട് പോകുമ്പോൾ. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ രൂപപ്പെടുത്തുക. അപ്പൊ നമ്മളൊന്ന് ഡീമോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ആ ഒരു സർക്കിള് നമ്മൾ എന്ത് ചെയ്യും, അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനും തീർച്ചയായിട്ടും ഇത്തരം നമ്മളുടെ പഠനങ്ങളൊക്കെ ഉപകരിക്കും. അപ്പോ ഏറ്റവും ഇപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു പഠനത്തിൽ തന്നെയാണ്. പിന്നെ അതൊരു ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ള ഒരു പ്രയാസവും നിങ്ങൾ കരുതേണ്ടതില്ല. ഓൺലൈൻ എഡ്യൂക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്കലി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ലാസ്സുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള അസൈൻമെന്റുകൾ, എക്സാമുകൾ, ഇങ്ങനെ കൃത്യമായിട്ട് ഈവൻ പ്രാക്ടിക്കൽസ് പോലും അതിൻ്റെതായിട്ടുള്ള സമയങ്ങളിൽ കൃത്യമായിട്ട് നടക്കും. അതിനൊക്കെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഡീൽ ചെയ്യുക, ഏറ്റവും നന്നായിട്ട് തന്നെ അതിൽ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുക. അതിന് മനോഹരമായിട്ടുള്ള ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. നിങ്ങളെപ്പോലൊക്കെ തന്നെ
ഒരുപാട് ആളുകൾ ഇതേപോലെ തന്നെ അക്കാദമികളിൽ, വെർച്വൽ അക്കാദമികളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഡിഗ്രികളും PGകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു. അപ്പോ എന്തിന്, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ, എന്തിന് നിങ്ങളെ ചൂസ് ചെയ്യണം എന്ന ഒരു ചോദ്യം എപ്പോഴും നിങ്ങളെ അലട്ടണം. ആസ് എ സൈക്കോളജിസ്റ്റ്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ എന്തിന് ഒരു ക്ലയന്റ് എന്നെ സെലക്ട് ചെയ്യണം? ഇവിടെ എൻ്റെ ചുറ്റുപാടും നൂറുകണക്കിന് കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും ഉള്ള സമയത്ത് എന്തിന് അവർ എന്നെ ചൂസ് ചെയ്യണം? എന്ത് വ്യത്യസ്തതയാണ് എന്നിലുള്ളത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ സെലക്റ്റീവ് ആണ്. നമ്മളൊരു വസ്ത്രം എടുക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ പല കടകളും നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ട് നമ്മൾ ഒരു കട ചൂസ് ചെയ്യും. ആ കട നമ്മൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു? അവിടെ ഒരു പക്ഷെ സെലക്ഷൻ ഉണ്ടാകും. മാത്രമല്ല അവിടുത്തെ സ്റ്റാഫ് വളരെ മനോഹരമായിട്ട് ഡീൽ ചെയ്യുന്ന ടീമായിരിക്കും. ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഒരു കടയിലേക്ക് നമ്മൾ സെലക്റ്റീവായിട്ട് നമ്മൾ വസ്ത്രം എടുക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ നമ്മളെ എന്തിന് ആളുകൾ ചൂസ് ചെയ്യണം? ഒരു ടീച്ചർ ആണെങ്കിൽ, ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ, ഒരു ലാംഗ്വേജ് ട്രെയിനർ ആണെങ്കിൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തിന് നമ്മളെ ചൂസ് ചെയ്യണം എന്നതിനുള്ള ഉത്തരം നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാകണം. അങ്ങനെ ഒരു വ്യത്യസ്തത നമുക്കില്ലെങ്കിൽ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകൾ, നമ്മുടെ ലൈഫ് സ്കില്ലുകൾ ഒക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. അതൊരു വലിയ ഏരിയയാണ്. അപ്പോൾ വിശേഷിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത്. സംസാരിക്കാൻ നമ്മൾ എപ്പോഴും പഠിക്കുക. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഇനിയിപ്പോ ഇവിടെ വെർച്വൽ അക്കാദമിയിൽ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ വരും. അപ്പോൾ ഒരു പക്ഷെ ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും വരും. അത്തരം ഓപ്പർച്യൂണിറ്റീസിനൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം. ഇപ്പൊ ഇന്നിപ്പോ ഫെബിന മാം ആണ് സ്വാഗതം പറഞ്ഞതെങ്കിൽ, അതിൽ ഇൻവൈറ്റ് ചെയ്തതെങ്കിൽ, അതല്ലെങ്കിൽ ഷിഹാബ് സാർ ആണ് ഇതിന്റെ ഒരു ലീഡിംഗ് പൊസിഷനിൽ ഉണ്ടായിരുന്നതെങ്കിൽ, വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവർ തരും. അപ്പൊ നിങ്ങൾ അത് ഏറ്റെടുക്കുക. ഒരു വെൽക്കം പറയാൻ, അതല്ലെങ്കിൽ ഒരു 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 വിഷയം അവതരിപ്പിക്കാൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇതേപോലെ ഗൂഗിൾ മീറ്റിലോ അതല്ലെങ്കിൽ വാട്സപ്പിലോ അതല്ലെങ്കിൽ സൂമിലോ ഒക്കെ കയറിയിട്ട് ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കാം, അല്ലെ? നെക്സ്റ്റ് പ്രോഗ്രാം ഓൺവേർഡ് സ്റ്റുഡൻസ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചു പഠിക്കുക. അതാണ് ആസ്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസിനെ ചോദിക്കുക. ഫെബിന മാം, ഞാൻ പറഞ്ഞോട്ടെ, അതല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അക്കാദമിയോട് ചോദിക്കുക. ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ ചോദിച്ചു മേടിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മളെ ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ അപ്സ്കിൽ ചെയ്യാനും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ തന്നെ ഒരുക്കുക. അതല്ലാതെ നമ്മുടെ പിന്നാലെ വന്നിട്ട് നിങ്ങൾ ചെയ്യ്, നിങ്ങൾക്ക് പറ്റും എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ തന്നെ സെൽഫ് ഇനീഷ്യേറ്റീവ് ചെയ്യുക, അല്ലെ? അത് പഠിക്കേണ്ട വിഷയത്തിലായാലും എല്ലാ വിഷയത്തിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ പിന്നാലെ വന്നിട്ട് ആരൊക്കെ നമ്മളോട് എന്തെങ്കിലും പറയുന്നുണ്ടോ അതൊക്കെ ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും. പഠിക്കേണ്ട വിഷയമാണെങ്കിൽ ഇപ്പൊ വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ, വീട്ടിലിപ്പോ നമ്മുടെ പാരന്റ്സോ ആരെങ്കിലും പറയുകയാണെന്ത്, പഠിക്ക് എന്ന് പറയുമ്പോൾ, എന്നിട്ട് നമുക്ക് ചെയ്യാൻ എന്താണ്, നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അതിപ്പോ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്ലീനിങ് ആണെങ്കിൽ പോലും, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ വന്നിട്ട് പറയാണ്, മോനെ അതൊന്ന് ക്ലീൻ ചെയ്യടാ, നീ എന്താണ് ഇങ്ങനെ ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, അല്ലെ? എന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ വന്നിട്ട് എന്താണ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അതിലൊരു കടയിൽ പോവാൻ പറയാണ്, ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പോവാണ്. അപ്പൊ എന്തായിരിക്കും എന്റെ ഒരു ആറ്റിറ്റ്യൂഡ്? അവിടെ പോയി വന്നിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ ഒരു എന്നാൽ ഞാൻ സ്വന്തമായിട്ട് ഒരു കാര്യം ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ, ഞാൻ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ, അത് കഴിയുമ്പോൾ എനിക്ക് തന്നെ എന്താണ് ഒരു മോട്ടിവേഷൻ ആണ്, എനിക്ക് തന്നെ ഒരു ആത്മസംതൃപ്തിയാണ്. അതായത് ഒരാൾ വന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം എന്റെ സിസ്റ്ററോ അതല്ലെങ്കിൽ എന്റെ വൈഫോ അതല്ലെങ്കിൽ എന്റെ ഉമ്മയോ വന്നിട്ട് റൂമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ഒന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം, അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പൊ സെൽഫ് ഇനീഷ്യേറ്റീവ്, സ്വന്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയാവുക, നമ്മൾ തന്നെ തുടങ്ങാം. അത് പഠിക്കാനാണെങ്കിലും അതേപോലെ തന്നെ മറ്റു ഓപ്പർച്യൂണിറ്റീസിന്റെ വിഷയത്തിലായി കഴിഞ്ഞാലൊക്കെ നമ്മൾ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ തന്നെ മാറും. അപ്പൊ ഞാനിവിടെ പറഞ്ഞത്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്.
ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന മോട്ടിവേഷനാണ്. പുറത്തുനിന്നൊന്നും വേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റൊന്നിനു വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പോ നിങ്ങളെ ഒരു 5 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ നിങ്ങളെ കാണുന്ന സമയത്ത് പറയണം എന്ത് പറയണം? നീ ആകെ മാറിപ്പോയല്ലോ, പണ്ട് നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ, നീ മൊത്തത്തിൽ ആകെ ഒരു മൊത്തത്തിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ചേഞ്ച് അല്ല ഉദ്ദേശിച്ചത്. പ്രായം കുറഞ്ഞു എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മുടെ സംസാരത്തിൽ ചേഞ്ച് ഉണ്ടാകണം, നമ്മുടെ ക്വാളിഫിക്കേഷനിൽ ചേഞ്ച് ഉണ്ടാകണം, നമ്മുടെ ഇടപെടലുകളിൽ ചേഞ്ച് ഉണ്ടാകണം, നമ്മുടെ വാക്കുകളിൽ ചേഞ്ച് ഉണ്ടാകണം, നമ്മുടെ സംസാരത്തിൽ നമ്മൾ കൺവേ ചെയ്യുന്ന വാല്യൂസിൽ ചേഞ്ച് ഉണ്ടാകണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നിർത്താണ് കേട്ടോ. നമ്മളൊരാളോട് പിന്നെ നമ്മളിപ്പോ ഒരാളായിട്ട് ഇങ്ങനെ ബസ്സിൽ പിന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാളോട് ഇങ്ങനെ പിന്നെ നമ്മുടെ തൊട്ടടുത്ത ഒരാളുണ്ട്, പക്ഷെ കുറെ നേരമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്, പക്ഷെ ആളോട് നമ്മൾ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇറങ്ങാൻ നേരാവുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുകയാണ്. അപ്പൊ സംസാരിച്ച സമയത്ത് ആണ് മനസ്സിലാവുന്നത് ഇയാള് ചില്ലറക്കാരനല്ല. കാരണം ആള് പറയുന്നതൊക്കെ ഭയങ്കര ഒരു കണ്ടന്റ് റിച്ച് സാധനങ്ങളാണ്, ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യുക? ഇറങ്ങാനായാലോ, കുറച്ചു നേരം മുമ്പേ സംസാരിക്കേണ്ടതായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒരു രക്ഷയില്ല, ഇറങ്ങാൻ നമ്മുടെ സ്റ്റോപ്പ് പോയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയും, നിങ്ങൾ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കും. എന്താ ചോദിക്കുക? നിങ്ങൾ ഫോൺ നമ്പർ ഒന്ന് തരുമോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, കോണ്ടാക്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ അവിടെ അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു വാല്യൂ ഉള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷനിൽ കൃത്യമായിട്ട് നമുക്ക് എന്തോ കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തെ നമുക്ക് ബോധ്യപ്പെട്ടത്, അദ്ദേഹത്തിന്റെ നമ്പർ മേടിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റണം. നമ്മളുടെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കൊടുക്കാൻ പറ്റണം. നമുക്ക് അറിയുന്ന കാര്യമല്ല പറയേണ്ടത്. നമുക്ക് കുറെ അറിവുണ്ടാവും, എന്തോ ഒരു അറിവാണ് ഉള്ളത്. ഇപ്പൊ വാട്സപ്പും കൂടി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും കൊട്ടക്കണക്കിന് അറിവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ, അയാൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും ആവശ്യമുള്ളത്, അദ്ദേഹത്തിന് ഒരു സാന്ത്വനം ആയിരിക്കും ആവശ്യമുള്ളത്, അദ്ദേഹത്തിന് ഒരു കരിയർ ഗൈഡൻസ് ആയിരിക്കും ആവശ്യം, അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ആയിരിക്കും ആവശ്യമുള്ളത്, അതിന് അദ്ദേഹത്തിന് ഒരു സൊല്യൂഷൻ ആണോ ആവശ്യമുള്ളത്. ഇന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റുമ്പോഴാണ് അദ്ദേഹം സംതൃപ്തനാവുക. അപ്പൊ ഇതേപോലെ നമ്മളുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തേടി ആളുകൾ വരും. നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കും. നിങ്ങൾ അത്തരം ആലോചനകൾ ഉണ്ടാവുക നിങ്ങളുടെ സാന്നിധ്യത്തിൽ. ചില ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കാറില്ലേ? അവരൊന്നും എന്റെ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ, അല്ലെ? ആലോചിക്കാറ്. അതല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ നമ്മുടെ കൂട്ടുകാരികളോട്, അവരെന്റെ വീട്ടിലേക്ക് വന്നിരുന്നു, ആ സാർ എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ, അതല്ലെങ്കിൽ പിന്നെ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവരെന്നെ നോക്കി, അവരെന്റെ പേര് പറഞ്ഞു എന്ന് നമ്മൾ പലരെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്, അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാന്നിധ്യത്തിന്, ഒരു വാക്കിന്, ഒരു പേര് വിളിക്കലിന്, ഒരു വിശേഷം ചോദിക്കലിന് പോലും പ്രസക്തിയുണ്ട്. ആ ഒരു ചോദ്യം ചോദിക്കലിലൂടെ തന്നെ ഒരുപക്ഷെ ഒരാളുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഒരു സാന്നിധ്യം, നമ്മളൊരാളുടെ അടുത്ത് പോയിട്ട് വെറുതെ നിന്ന് പോന്നാൽ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകും. പക്ഷെ ആ ഒരു വിധത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ, ആ വിധത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമ്മൾ ഡെവലപ്പ് ആകണം, നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോ അങ്ങനെയുള്ള ഒരു കാലത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. അതെന്തിനാ നമ്മൾ വർക്ക് ചെയ്യുന്നത്? നമ്മൾ വലിയ ആളായിട്ട് ഇങ്ങനെ കോട്ടിട്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമുക്ക് അത്രയും ആളുകളുടെ ഹൃദയ കവാടങ്ങൾ തുറന്ന് നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കും. അപ്പോ റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകമുണ്ട്, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോ
അതൊരു ചോദ്യമാണ്. ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചു, നമ്മൾ കഴിവുകൾ നേടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഒരിക്കൽ മരിക്കണം. അങ്ങനെ മരിക്കുന്ന സമയത്ത് എത്ര ആളുകൾ കരയും, എത്ര ആളുകൾ പിന്നെ കരയുമെന്ന ചോദ്യം, എത്ര ആളുകളുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്ന് നമ്മൾ ഉള്ളിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരു അടയാളപ്പെടുത്തൽ നടത്തിയിട്ട് ഒരുപാട് മനുഷ്യന്മാരുടെ സഹായിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് മരണപ്പെടാൻ സാധിക്കണം. അതാണ് ആത്യന്തികമായി പഠനത്തിന്റെയും അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനവും ആധാരവും എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഇന്റൻഷനാണ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളിതെല്ലാം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനത്തെ ഒരു മനോഹരമായ കാലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ 5 വർഷത്തിന് ശേഷം നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു 5 വർഷം എന്ന് പറയുന്നത് ഞാനൊരു ഒരു 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 കാലയളവ് പറയുന്നതാണ്. അപ്പോ നിങ്ങൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾ കരാർ ഏറ്റെടുക്കുക, അല്ലെ? നമ്മൾ ഈ NH66 ഓരോ ഏരിയകൾ ഓരോ ടീം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അല്ലെ? ശിവാലയ കോൺട്രാക്ടിങ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഏരിയകൾ NH66 ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ചില ഏരിയകളൊക്കെ വേഗം പണി കഴിഞ്ഞിട്ടുണ്ട്, ചില ഏരിയകളിൽ തീരെ കഴിഞ്ഞിട്ടില്ല, ചില ഏരിയയിൽ ഭയങ്കര പ്രശ്നമാണ്, പണി തീരെ മോശമാണ്. അപ്പൊ ഇത് ഈ കരാറുകാർ ഏറ്റെടുത്തുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളാണ്. എന്നതുപോലെ തന്നെ നമ്മളെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഏറ്റെടുക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ്. ചില ഇടങ്ങളിലൊക്കെ ചില ആളുകളൊക്കെ മനോഹരമായിട്ട് കുതിച്ചു മുന്നോട്ട് പോകും. അത് ഏറ്റെടുക്കുന്ന രീതിയാണ്, കരാർ ഏറ്റെടുക്കുന്ന രീതി. അപ്പോ നമ്മളെ ഏറ്റെടുക്കുക, നമ്മളെ ഡെവലപ്പ് ചെയ്യുക, മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഓരോരുത്തരും മനോഹരമായിട്ടുള്ള കരിയർ ബിൽഡപ്പ് ചെയ്യാൻ, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സെഷനിൽ ഇതുവരെ ഏകദേശം 10-20 ആളുകളാണ്. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം 20-21 ആ റേഞ്ചിൽ ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്നെ കേട്ടിരുന്നതിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഇവിടെ സാന്നിധ്യം ഉണ്ടായതിലുമൊക്കെയുള്ള അതിയായ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷനിലേക്ക് എന്നെ വിളിച്ച ഫെബിന മാം, അതേപോലെ തന്നെ ഇതിന്റെ സാരഥികളായിട്ടുള്ള ഷിഹാബ് സാറ്, ഹാഷിം സാർ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും സന്തോഷവും സ്നേഹം അറിയിക്കുകയാണ്. ഞാൻ പിന്നെ ഒരു ക്ഷമ ചോദിക്കാനുള്ളത്, ഞാൻ സാധാരണ സിസ്റ്റത്തിലാണ് എടുക്കുക, അത് അവിടെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ ക്ലാസ് എടുക്കാൻ സമയമായപ്പോ കറണ്ട് ഷോർട്ടായിട്ട് പിന്നെ അതാണ് ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ആയത്. പിന്നെ അവിടെ നിന്ന് നോക്കിയപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അപ്പൊ മൊബൈലിൽ ഞാൻ കയറി. അപ്പൊ അതിന്റെ ഒരു ടൈമാണ് എടുത്തത്. പിന്നെ മൊബൈൽ ഇപ്പൊ കുറച്ചങ്ങടായ സമയത്ത് മൊബൈലിന്റെ എന്ത് കഴിഞ്ഞു, ചാർജ് കഴിഞ്ഞു. അപ്പൊ ഞാൻ ചാർജർ നോക്കിയിട്ട് നടന്ന് ഇവിടെ വന്ന് എടുത്തതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നത്. അപ്പൊ അതിന് ഞാൻ പ്രത്യേകം ക്ഷമ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷവും സ്നേഹവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സ്പീച്ച്. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സാർ പറഞ്ഞു തന്നു. ഏതായാലും 1-2 പേർക്ക് സാറിനോട് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും സംസാരിക്കാൻ വില്ലിംഗ് ആയിട്ടുള്ളവരുണ്ടോ? ഷമീമൊക്കെ എവിടെ? നമ്മുടെ സ്ഥിരം ഷമീമ. നിങ്ങൾക്ക് പറയാം കേട്ടോ, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ക്ലാസ്സിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ. ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. ഓഡിയബിൾ ആണോ? ഒരുപാട് സന്തോഷമുണ്ട്. സാറ് പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. സാറ് പറഞ്ഞു തുടക്കത്തിലുള്ള ആളുകൾ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നതിൽ സന്തോഷം എന്ന്. അത് ഞങ്ങൾ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് ആണോ എന്ന് ചോദിച്ചാൽ നിലവിൽ ഒരിക്കലും അല്ല. അത് സാറിന്റെ സ്ട്രെങ്ത് കൊണ്ടാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളം മോട്ടിവേഷൻ ആയിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ വാക്കുകളിലും നിഴലിച്ച് നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം വീട്ടില് സാധാരണഗതിയിൽ ഇപ്പോ ഫുഡ് കഴിക്കുന്ന കുട്ടികൾ
ഓർക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു ടൈം ആയിരിക്കും. പലരും ലെഫ്റ്റ് ആവേണ്ട സമയം അതിക്രമിച്ചു. പക്ഷെ സാറിന്റെ സംസാരത്തിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അത് നമ്മളിലേക്കും പടർന്നു. ആ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് നമുക്കും കിട്ടിയതുകൊണ്ടാണ് ഇതുവരെ നിലനിൽക്കാനായത്. അതിൽ ഒരുപാട് സന്തോഷം. സാർ ഒരു വെളിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇരുട്ടിലേക്ക് ആ ഒരു വെളിച്ചം വന്നു. അല്ലെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞതുപോലെ സാറ് സിംഹമല്ല, സാറൊരു പൂന്തോട്ടാണ്. അപ്പൊ ഞങ്ങൾ എന്ന പൂമ്പാറ്റകൾക്ക് അവിടെ വന്ന് ഇരിക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് പേരിലേക്ക് ഇതുപോലെ എത്താൻ കഴിയട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. ഈ ഒരു സെഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ ഒരു മൈൻഡിലുള്ള തോട്ട് എന്ന് പറയുന്നത്, ഞാൻ എന്തായിരിക്കും ഇവിടെ അവശേഷിപ്പിച്ചു പോകുന്നത്? ഞാൻ കടന്നു പോയാലും എന്നെ ആരൊക്കെ ഓർക്കുമായിരിക്കും? അല്ലെങ്കിൽ ഇവിടെ എൻ്റെ അടയാളപ്പെടുത്തൽ എന്തായിരിക്കും? എനിക്കൊരു തൂവൽ കൊഴിച്ചിടാനായില്ലെങ്കിലും എൻ്റെ ഒരു രോമമെങ്കിലും ഇവിടെ കൊഴിച്ചിടാനാകുമോ? അതിനുവേണ്ടി ഞാൻ നിലവിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്താ പറയാ, ഒരു സ്വയം വിചാരണയ്ക്ക് ഹേതുവാകുന്ന ഒരുപാട് ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിൽ നിന്ന്. അതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി മാം അസൈൻമെന്റ് ഒക്കെ അയച്ചു തന്ന സമയത്ത് സത്യം പറഞ്ഞാല് ഡെയിലി പ്ലാൻ ഒക്കെ ഇട്ടു. ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, അസൈൻമെന്റിന് വേണ്ടിയിട്ട് രാവിലെ ഒരു ടൈം, അതേപോലെ രാത്രി ഒരു ടൈം. സത്യം പറയുകയാണെങ്കിൽ ഇന്നേ വരെ അസൈൻമെന്റ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം പ്രയോറിറ്റി വേറെയൊക്കെയാണ്. നമുക്ക് പഠിക്കണം, ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഉയർന്നു പോകണം എന്നൊക്കെ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഇല്ല. അപ്പൊ നമുക്ക് ഫാമിലി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, നമ്മുടെ മറ്റ് റെസ്പോൺസിബിലിറ്റി ഒക്കെ കഴിഞ്ഞ് സ്വന്തത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സമയം അവസ്ഥയാണ്. ഇപ്പൊ ഞാനിട്ട ഡെയിലി പ്ലാനിൽ പോലും എനിക്ക് 11:30-ക്ക് ശേഷമാണ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം രാത്രി ഞാൻ കാണുന്നത്. കുട്ടികൾ ഉറക്കാൻ പോകുമ്പോൾ ഞാൻ 11 മണിക്ക് എണീക്കണം, അവരുടെ കൂടെ ഉറങ്ങരുത് എന്നൊക്കെ മനസ്സ് വെച്ചിട്ട് കിടക്കും. പക്ഷെ എനിക്ക് എണീക്കാൻ കഴിയുന്നില്ല. അപ്പൊ അത് എന്താ പറയാ, എന്റെ ദേഹേച്ഛയോട് ഞാൻ അടിമപ്പെടുന്നതാണ്. എനിക്ക് മാറ്റിവെക്കാൻ കഴിയണമല്ലോ. ഇപ്പൊ ഇന്നത്തെ സാറിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് തോന്നിയതാണ്, കുറച്ചൊക്കെ ഉറക്കമൊക്കെ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ സ്വപ്നങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോ നമുക്ക് ഈ പറഞ്ഞതുപോലെ നീ പഠിക്കൂ, നീ എഴുതൂ, നിനക്ക് അതാ ചെയ്യണ്ടേ, നിനക്ക് അങ്ങോട്ട് എത്തണ്ടേ, നിന്റെ ലക്ഷ്യം അതല്ലേ എന്നൊന്നും നിർത്താൻ നിലവിൽ ആരുമില്ല. അതിന്റെയൊക്കെ ഘട്ടം കഴിഞ്ഞു. അപ്പൊ ഈ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളത് ഒരാള് സത്യം പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് സാറിന് പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാല്, നമുക്ക് ഇൻട്രൻസിക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എഡ്യൂക്കാൻ നമുക്ക് നല്ലൊരു എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്ന് നൽകി എന്നുള്ളതാണ്. അതിൽ എഡ്യൂക്കാൻ അക്കാദമിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ ആരാണ്, ഇനി ഞാൻ എന്തായിരിക്കണം, എന്നിൽ എത്ര മധുവുണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ശൂന്യമായ ഒന്നാണ് ഞാൻ എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നിറയ്ക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് നിലവിൽ മനസ്സിലുള്ളത്. നമ്മള് അല്ലാന്നുണ്ടെങ്കിൽ അയ്യോ പണി കഴിഞ്ഞില്ലല്ലോ, പിള്ളേർ ഇപ്പൊ ഉറങ്ങും, ഞാൻ ഇന്നും ഉറങ്ങിപ്പോവോ, ഞാനിത് എപ്പോ എഴുതാം, ഇങ്ങനെയുള്ള തോട്ട്സ് ആയിരിക്കും. പക്ഷെ ഒരു പോസിറ്റീവ് വേയിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയാറില്ലായിരുന്നു. ഇന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടായാൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ സെൽഫ് റെസ്പെക്ട് തീരെ കീപ്പ് ചെയ്യാത്ത ഒരാളാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഡെയിലി പ്ലാൻ ഇടും, വീക്ക്ലി പ്ലാൻ ഇടും, മന്ത്ലി പ്ലാൻ ഇടും. ഒരു പ്ലാനും ഒരു അരമണിക്കൂർ പോലും എനിക്ക് അതേപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ അതിന് പലപ്പോഴും എൻ്റെ മക്കളെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ ഫാമിലീനെ, അതെനിക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ളൊരു റീസണിങ് ആണ്. പക്ഷെ സത്യത്തിൽ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് വേണ്ടി അത്ര പ്രയോറിറ്റി കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ തന്നെയാണ് കുറ്റം എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരുപാട് തോട്ട്സ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അറിവിനേക്കാൾ കൂടുതൽ നമുക്ക് കഴിവ് വേണം, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്നൊക്കെ സാറ് പറയണ്ടായി. അപ്പൊ ഒക്കെ ചെറുതായിട്ടൊരു കോൺഫിഡൻസ് വന്നു. കാരണം എന്താന്ന് വെച്ചാല്, ഞാനിങ്ങനെ എനിക്ക് നിരന്തരം പഠിക്കാനോ അങ്ങനെയൊന്നും ഒരു സമയം ഉണ്ടാവലില്ല. പിന്നെ പലരും എന്നോട് ചോദിക്കും, ഡിഗ്രി കഴിഞ്ഞാണോ, PG കഴിഞ്ഞാണോ? ചിലർ ചോദിക്കും, ഏതിലാ PhD ചെയ്തത് എന്നൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പലപ്പോഴും എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ ചോദിക്കും, ഇതെന്താ ഇങ്ങനെ ചോദിക്കണേന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു ട്രെയിനറുടെ സെഷനിൽ ഇരുന്നപ്പോഴാണ് നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകളെ പറ്റിയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോഴാണ് അൽഹംദുലില്ലാ റബ്ബ് തന്നിട്ടുള്ള ഒരു സോഫ്റ്റ് സ്കില്ല് കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ നമ്മെ തേടി ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന കാരണം കൊണ്ടാണ്. അത് റബ്ബ് തന്നിട്ടുള്ള ഒരു നിഅമത്താണെങ്കിൽ അതിനെ ഞാൻ ഉപകരിക്കേണ്ടതുണ്ട്, അത് ഉപകാരപ്പെടുത്തേണ്ടതുണ്ട്, ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ ഒരു ചിന്തയുടെ പുറകിലാണ് എഡ്യൂക്കാൻ അക്കാദമിയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് പൂർത്തിയാക്കാൻ എനിക്കും എൻ്റെ കൂടെയുള്ള നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൺസിസ്റ്റൻസി വേണം 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 എന്നിങ്ങനെ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാസ്റ്റർ ഒന്നും ആയില്ലെങ്കിലും
എന്നിലുള്ളതിന്റെ ഏറ്റവും പരമാവധി പുറത്തേക്കെടുത്ത് ഞാനായി ജോലിക്കാൻ എനിക്ക് സാധിക്കുമായിരിക്കും. ചെറിയൊരു ആത്മവിശ്വാസം വരുന്നു. നമ്മുടെ അറിവും കഴിവും ഒക്കെ പുഷ്ടിപ്പെടുത്തി നമ്മുടെ നല്ല അടയാളപ്പെടുത്തലുകൾ ഇവിടെ ബാക്കിയാക്കിയിട്ട് മടങ്ങണം. അതായിരുന്നല്ലോ ഏതൊരാളുടെയും ആഗ്രഹം. അങ്ങനെ തന്നെയായിരിക്കും. അപ്പോ അനേകം മനുഷ്യരുടെ ഹൃദയത്തില് നമ്മൾ എന്ന പുഷ്പം ഉണ്ടാകട്ടെ. അവരതിൽ നിന്ന് ആവോളം മധു കുടിച്ചോട്ടെ. അത് കണ്ട് മനോഹരമായി നമുക്ക് ഇവിടെയും അവിടെയും സുഖമായി വസിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സെഷൻ തന്ന എഡ്യൂക്കാൻ അക്കാദമിക്കും ഇത്രയും നേരം ഒരു വിരസതയും വരുത്താതെ വളരെ സൗമ്യമായി പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മെ മുഷിപ്പിക്കാതെ കൂടെ നിന്ന ഫൈസൽ സാറിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോ രണ്ടുപേര് കവിത ഇങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റ നിലാവിൽ ഞാൻ എന്നെ നോക്കി, നീ ആരാണ്? ചോദ്യമൊന്ന് നന്നായി എറിഞ്ഞു. ഒറ്റ നിഴലിൽ ആത്മാവിനെ തേടി. ഉയരായുള്ളിൽ തീ ആളിപ്പിടിക്കുന്നു. പാതയിൽ നടക്കണം. ചിലപ്പോൾ ചെരുപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാനെന്ന സ്വപ്നം, നിന്റെ സ്വപ്നം, അതിന്റെ വഴി നീ തന്നെയാവുക. മറ്റുള്ളവരെ തേടുന്നത് എന്തിന്? നിന്നെ തേടേണ്ടത് നീ തന്നെയാണ്. നിനക്ക് മാത്രമേ നീയാകാൻ കഴിയൂ. അഭിപ്രായങ്ങളിൽ അലയടിച്ചുയർന്നാൽ, ആളുകൾ പറയുന്നത് എന്തെന്ന് നനച്ചാൽ ഒരു പുഴയായി തീരാൻ മാത്രമേ ആകാവൂ. നനച്ചിരുന്നാൽ തോറ്റുപോകും. നടന്നാൽ വഴികൾ ചിലപ്പോൾ സ്നേഹിച്ചേക്കാം. പ്രേരണ വേണ്ടത് അവരിൽ നിന്നല്ല, നിന്നിൽ നിന്ന് തന്നെയാണ്. തളർത്തിയേക്കാം, വളർത്തേണ്ടത് നീയാണ്. വാടിയേക്കാം, വെള്ളമാകേണ്ടതും നീയാണ്. വെളിച്ചമാകേണ്ടതും നീയാണ്. ആരും തന്നില്ലെങ്കിലും നീയായിരിക്കാനും നിനക്ക് വളരാനും നീ തന്നെ മതി. കാരണം എല്ലാം നൽകാനുള്ളൊരു സൃഷ്ടാവ് നിനക്കുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. താങ്ക് യു ഷമീമ. ഷമീമനെ ഞാനൊന്ന് പരിചയപ്പെടുത്താതിരുന്നാൽ കുറഞ്ഞു പോവും. ഷമീമ സ്വദേശം വയനാടാണ്. ഞാന് കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു അസറ്റ് പോലെ കണ്ടു നടക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഭയങ്കര സന്തോഷം. ഷമീമ, ഞാനിന്ന് വിളിച്ചിട്ട് എന്തായാലും ഇന്നത്തെ പ്രോഗ്രാമിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളൊരു ഹോസ്പിറ്റൽ കേസൊക്കെ പെട്ടിരിക്കായിരുന്നു. എന്നാലും പങ്കെടുത്തതിലും സംസാരിച്ചതിലും സന്തോഷം. പിന്നെ ഇതുപോലെ ഒരു അസറ്റായി മാറട്ടെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ നാളെ പ്രത്യേകിക്കുന്നു. എനിവേ സാർ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ബാക്കി സ്റ്റുഡൻസിന്? എല്ലാരും ഉറങ്ങിയോ? താങ്ക് യു സർ വൺസ് അഗൈൻ. ഓക്കെ താങ്ക് യു ഷിഹാബ് സാർ. എന്തായാലും ഷമീമ മാം വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചു കേട്ടോ. നല്ല രീതിയിൽ സംസാരിച്ചു. അപ്പോ ഫെബിന മാം, ഷമീമ മാമിന്റെ കീഴിൽ ബാക്കിയുള്ള ടീമുകളൊക്കെ സെറ്റ് ആക്കിയാല് ഒരു എനിക്ക് തോന്നുന്നു നല്ലൊരു വായനയും നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോ നല്ല വായനയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് സംസാരിക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. അപ്പോ ഞാൻ ലീവ് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും സന്തോഷം, സ്നേഹം. താങ്ക് യു സോ മച്ച്. ഫെബിന, ഇനി എന്തെങ്കിലും കുട്ടികളോട് എന്തെങ്കിലും നമ്മുമായി ബന്ധപ്പെട്ട വല്ല ഡൗട്ടുകളും ചോദിക്കണം? അവർക്ക് ചോദിക്കാൻ അവസരമല്ല. ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കേണ്ട സമയമായിട്ടുണ്ട് അല്ലേ? നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതിയാവില്ലേ? എന്തെങ്കിലും ആർക്കെങ്കിലും പെട്ടെന്ന് ചോദിക്കേണ്ട വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സുമായി ബന്ധപ്പെട്ടല്ല, നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അല്ല, ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ടതല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ടീച്ചേഴ്സ് വെയിറ്റ് ചെയ്യണം സൂമിന്റെ ലിങ്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട്. അല്ലെ നമുക്ക് നിർത്താം അല്ലേ? ബാക്കിയുള്ള ഒരു ഡയറക്റ്റ് വിളിക്കും, ചോദിച്ചോ. എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി ഫെബിന 2 വാക്ക് നന്ദി പറഞ്ഞോളൂ. എനിവേ, നമ്മുടെ ഈ അക്കാദമിക് ഇയറിലെ ഫസ്റ്റ് ഒരു സെഷൻ ആയിരുന്നു. കുറെ പേർക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ആരൊക്കെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. സ്വാഭാവികമാണ്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഓൺലൈനിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ റെക്കോർഡിങ് ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടാവും ചില ആളുകൾ.
കാലാവസ്ഥ ക്ലൈമറ്റ് മോശമായി കഴിഞ്ഞാലൊക്കെ പ്രശ്നം വരും. ഇതിന്റെ റെക്കോർഡിംഗ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. എനിവേ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഒരു മാക്സിമം പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നു. ഇതിൽ പങ്കെടുത്ത നമ്മുടെ ഷിയാബ് സാർ, അതേപോലെ ഹിഷാം സാർ, നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള ഫൈസൽ സാർ, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അല്ലേ?